വന്ദനം അറിയിക്കും. ഇത് യഹോവയാൽ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴുള്ള സന്തോഷം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ വലിയൊരു സന്തോഷത്തിൻ്റെ, ആ കൂട്ടായ്മയുടെ ഒരു സന്തോഷമൊക്കെ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കുന്നല്ലോ. നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്തല്ല എന്നുള്ളതേ ഉള്ളൂ, ഇതൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് തന്നെയാണ്. അപ്പം ആ ഒരു സന്തോഷം, ആ ഒരു കൂട്ടായ്മ ഒക്കെ ദൈവം നമുക്ക് തരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്പമായ പ്രയാസങ്ങളുടെയൊക്കെ ലോകമൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ഒക്കെ അതിലെ ഒരുപക്ഷെ അത് കടന്ന് കഴിഞ്ഞവരായിരിക്കാം, ചിലപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. എന്നാൽ എല്ലായിടത്തും ദൈവം നമ്മെ സൂക്ഷിച്ചു. ലോകത്ത് നമ്മുടെ ചുറ്റുമൊക്കെ കണ്ടവർ പലരും ഒക്കെ ഇവിടുന്നൊക്കെ അപ്രത്യക്ഷമായപ്പോഴെല്ലാം ദൈവം നമ്മെ അതിശയകരമായിട്ട് സൂക്ഷിച്ചു. നമ്മെ എല്ലാവരും, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലർക്കുമൊക്കെ രോഗങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം. നമ്മെ എല്ലാവരെയും കർത്താവ് സൂക്ഷിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീട്ടിലും എനിക്ക് 3 മക്കളാണ്. മൂത്ത 2 മക്കൾ പെൺകുട്ടികളാണ്. അവർക്ക് 2 പേർക്കും ഒരല്പം പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിയായി. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അവരെല്ലാം ഓക്കെ, അതെന്നൊക്കെ റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ബാക്കി എല്ലാവരെയും ഞങ്ങളെല്ലാവർക്കും സൂക്ഷിച്ചു. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി രോഗിയായിരുന്നു. അദ്ദേഹത്തിന് ദൈവം സൗഖ്യം നൽകി. അദ്ദേഹത്തിൻ്റെ പിതാവ് രോഗിയായിരുന്നു. ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. ഇപ്പോഴും ഒരു മിഷണറി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 മക്കൾ, എല്ലാവരും കുടുംബം, അവർ മുഴുവൻ ഇപ്പോഴും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ പ്രയാസങ്ങളുടെയൊക്കെ പോകുന്നവരാരെങ്കിലുമൊക്കെ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലൂടെ പോകുന്നവർ, ഇപ്പോഴുള്ള ഈ പാൻഡമിക്കിൻ്റെ ആ ഒരു പ്രയാസം കൊണ്ട് ആകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ടാകാം. ഒരുപാട് പേര് ഈ രോഗം സൗഖ്യമായതിനു ശേഷവും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ശരീരത്തിൽ പല നിലകളിലൊക്കെ അനുഭവിച്ച് അതിൻ്റെ പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്. നമുക്കെല്ലാവരും ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യം തരുന്ന ദൈവത്തിൻ്റെ ശക്തി എല്ലാവരുടെ ശരീരങ്ങളിൽ, കർത്താവേ, എല്ലാ ശരീരങ്ങളിലും. കർത്താവേ, എന്താണ് രോഗമെന്ന് ദൈവത്തിനറിയാം. അതിൻ്റെ കാരണങ്ങൾ അറിയാം. അതെവിടെയൊക്കെ എന്തെല്ലാം ഡാമേജുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഒക്കെ ദൈവത്തിനറിയാം. അതിനെന്താണ് പരിഹാരമെന്നും ദൈവത്തിനറിയാം. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് എൻ്റെ മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ, പ്രത്യേകിച്ച് കർത്താവെ, കോവിഡ് പോസിറ്റീവായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരെല്ലാവരും സൗഖ്യമാകട്ടെ. വീടുകളിലായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ആശുപത്രികളിലായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ICUലായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. കർത്താവെ, വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടിലൂടെ കഴിയുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ. അവരുടെ ശരീരങ്ങളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവെ, സൗഖ്യം പ്രാപിച്ചു ഭവനത്തിൽ വന്നതിന് ശേഷവും പലവിധമായ ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ ശരീരത്തിൻ്റെ ഏതവയവും ഡാമേജ് ആയോ അത് ജീവിക്കട്ടെ. കർത്താവെ, ജീവൻ പ്രാപിക്കട്ടെ. കർത്താവെ, അങ്ങേക്ക് റിപ്പയർ ചെയ്യാനും സാധിക്കും, പുതിയതൊന്ന് സൃഷ്ടിച്ചു വെക്കാനും സാധിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു സൃഷ്ടി നടക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഒരു ബ്രാൻഡ് ന്യൂ ഒരു ഓർഗൻ അവരുടെ ശരീരത്തിനകത്തേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണാരോഗ്യത്തോടെ ഇടവചനം പറയുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ ഇന്ന് തൃപ്തി വരുത്തും. തൃപ്തികരമായ ദീർഘായുസ്, എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു ദീർഘായുസ് അല്ല കർത്താവെ. തൃപ്തികരമായ ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസിനാൽ ഞങ്ങളുടെ മക്കളെല്ലാവരും കർത്താവെ അവിടുന്ന് നിറയ്ക്കുമാറാകണം. അനുഗ്രഹിക്കണം കർത്താവ്. വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് പ്രാർത്ഥിക്കുക. ശരീരങ്ങൾക്ക് സൗഖ്യം വേണം. കർത്താവെ, സൗഖ്യമാകട്ടെ. വിടുതൽ ഉണ്ടാകട്ടെ. എല്ലാ രോഗശക്തികളും ശരീരത്തെ വിട്ടു മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, സൗഖ്യം വരും. ആ സൗഖ്യം ഇപ്പോൾ എല്ലാ ശരീരങ്ങളിലും വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.
സ്തോത്രം. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്, സൗഖ്യമാക്കുന്ന കർത്താവാണ്. ദൈവം നമ്മെ എല്ലാവരെയും സൗഖ്യമാക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും എല്ലായിടങ്ങളിലും ദൈവം സൗഖ്യമയച്ച് എല്ലാവരും വിടുവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വടക്കേ ഇന്ത്യയിൽ നിന്നും സ്നേഹവന്ദനം അറിയിക്കുക. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ പാസ്റ്ററോടുള്ള സണ്ണി പാസ്റ്ററോട് പ്രത്യേകം നന്ദി പാസ്റ്ററെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരെയൊക്കെ ഒരുമിച്ചൊന്ന് കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം, അത് വലിയൊരു സന്തോഷമാണ്. സ്തോത്രം. അപ്പം ഇങ്ങനെ ഒരു അവസരം ഒന്നും ഉണ്ടായല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെ ഞങ്ങളുടെ മിഷണറിമാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാം വന്ദനം സ്നേഹവും എല്ലാവരും അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷത്തോളമായി ഇങ്ങനെ അനിശ്ചിതത്വത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഒരുപാട് പേരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല എന്ന് എനിക്കറിയാം. നമ്മളവരുടെ ജോലിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലൂടെ ഒരുപാട് പേര് വളരെ വലിയ വേദനയിലൂടെ പോവുക നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ദൈവം പുതിയ വഴികളെ തുറക്കട്ടെ. ദൈവം പുതിയ വഴികളെ തുറക്കട്ടെ. എവിടെയൊക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചോ അതെല്ലാം നികത്തുവാൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. ഇതൊക്കെ അങ്ങ് മാറിപ്പോകും. ഇപ്പോഴത്തെ ഈ അവസ്ഥകളെല്ലാം മാറും. സ്തോത്രം. ചിലപ്പോൾ കുറച്ചുകൂടെ സമയം എടുത്തെന്നിരിക്കും. ഇപ്പോൾ ഈ എന്തുവാ സെക്കൻഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ എത്ര വേവ് ഒക്കെ വന്നിട്ട് പോയാൽ അതൊന്നും നിന്റെ കൂടാരത്തിനടുക്കയില്ല. സ്തോത്രം. അപ്പോൾ നമുക്കതങ്ങ് വിശ്വസിച്ച് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നല്ല നാളെ വരുന്നതിനെക്കുറിച്ച് പ്രത്യാശയോടെ അതിനെ വളരെ വിശ്വാസത്തോടെ അതങ്ങ് പറഞ്ഞുകൊണ്ടും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. സ്തോത്രം. ഇപ്പം ഇന്നത്തെ ഈ ഒരു താഴ്വര ഇതെല്ലാം അങ്ങ് മാറും. ഇന്നത്തെ ഈ അന്ധകാരം അങ്ങ് മാറും. വലിയൊരു മാറ്റം, വലിയ വിടുതൽ ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകും. സ്തോത്രം. അതങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സ്തോത്രം. അതുണ്ടാകും. മാറ്റങ്ങളുണ്ടാകും. സ്തോത്രം. ആമേൻ. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു ഒക്കെ ആയിരിക്കുന്ന സഹോദരങ്ങൾക്ക് നല്ല ജോലികളൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും എല്ലാം സ്മൂത്തായിട്ടൊക്കെ നടക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ താമസിക്കുന്ന നാഗ്പൂർ പട്ടണത്തിൽ ഞങ്ങൾ 2 മാസത്തോളമായി ലോക്ക്ഡൗണിലാണ്. ഇപ്പോൾ ഈ 1-ാം തീയതി മുതൽ ഒരല്പം കാര്യങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അന്നത്തെ ഒരു 2-3 ആഴ്ച മുമ്പുണ്ടായിരുന്ന ആ ഒരു വളരെ അതിഭയങ്കരമായ ഒരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഏകദേശം ഒരു മാസം ഇവിടെ കടന്നുപോയത്. അപ്പോൾ ആ ഒരു അതിതീവ്രമായ അവസ്ഥയിൽ നിന്നെല്ലാം ദൈവം ഒരുപാട് ശാന്തത ഇപ്പം തന്നിട്ടുണ്ട്. കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ മാറ്റങ്ങൾ ഇനിയും വർദ്ധിക്കും. കാര്യങ്ങൾക്കെല്ലാം വിടുതലും പരിഹാരവും ഒക്കെ ഉണ്ടാകും. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ ഇത് തുടങ്ങിയ സമയത്ത് ഏകദേശം ഇതേ സമയത്ത് ഒരുപാട് പേര് പട്ടിണിയിലായ ഒരു സമയമുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചുറ്റുപാടൊക്കെ ഉള്ള ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി പട്ടിണി ഉണ്ടായിരുന്നു. അന്ന് ആർക്കും ജോലിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ആളുകൾ. അവരൊക്കെ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിൽ തന്നെ കുറേയൊക്കെ കള്ളു കുടിച്ച് തീർക്കും. അപ്പോൾ മിച്ചമില്ല, സേവിങ്സ് ഒന്നും ഇല്ലാത്തവർ. ഒരു 2-3 ദിവസമൊക്കെ ജോലി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീട് പട്ടിണിയാണ്. അപ്പം അങ്ങനത്തെ അതിഭയങ്കരമായ പട്ടിണിയുടെ ഒരു അവസ്ഥയിലൂടെ പല ഗ്രാമങ്ങളും സ്ലമ്മുകളും ഒക്കെ കടന്നുപോയി. ആ സമയത്തൊക്കെ കുറേ പേർക്കൊക്കെ ആഹാരം കൊടുക്കാൻ ദൈവം ഞങ്ങൾക്ക് വഴികൾ ഒരുക്കി തന്നു. ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നുമല്ല എടുത്ത് കൊടുത്തല്ല കേട്ടോ, പലരായിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് അയച്ചു തന്നതിന് വീതിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമേ. ഈ വർഷം അതുപോലെ അത്രയും ഭീകരമല്ലെങ്കിലും കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകരെ കാണാനായിട്ടിടയായി. കുറേ പേരെയൊക്കെ സഹായിക്കാനായിട്ട് ഇപ്പോഴും ആഹാര സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസാമിലെ നമ്മുടെ ഒരു മിഷൻ ഫീൽഡിനോട് ചേർന്ന സ്ഥലങ്ങളിൽ പാകം ചെയ്ത ആഹാരം തന്നെ കൊണ്ട് പല വീടുകളിലൊക്കെ സ്ട്രീറ്റിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാഗ്പൂരിലും ഞങ്ങൾ ഇവിടെ കുക്ക്ഡ് ഫുഡല്ല കൊടുക്കുന്നത്. ഇവിടെ പ്രൊവിഷൻ ഒരു 1-2 ആഴ്ചത്തേക്ക് ഒരു വീട്ടിന് ആവശ്യമുള്ള പ്രൊവിഷനൊക്കെ കൊടുക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ആഹാരമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കും എല്ലാം കൊടുക്കാനുള്ള ആഹാരമൊക്കെ ദൈവം ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ കുറേ പേരെ സഹായം, കുറേ വീടുകളിൽ ആഹാരം കൊടുക്കാനും കൂടെ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഇപ്പം തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ദൈവമക്കളെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. സുശേഷീകരണം എന്നുള്ള നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ശൈലിയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പം നടക്കത്തില്ല. ഞങ്ങളുടെ സൺഡേ സ്കൂളുകൾ
ചിൽഡ്രൻസ് ക്ലബ്ബുകൾ, സഹോദരിമാരുടെ മീറ്റിങ്ങുകൾ, പിന്നെ ചർച്ചുകളിലെ മീറ്റിങ്ങുകൾ എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം നമ്മുടെ പരിപാടികളെല്ലാം ആൾ കൂടുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെയും കൂട്ടാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഞങ്ങളുടെ സ്പോർട്സ് മിനിസ്ട്രി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷെ അതും വൈൻഡപ്പ് ചെയ്തു തൽക്കാലത്തേക്ക്. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. നമ്മൾ ഈ സുവിശേഷീകരണം എന്നുള്ളതാണല്ലോ ഞങ്ങൾക്ക് ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നവരാണ്. അപ്പം അത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഏത് സമയത്തും പറയുന്ന വാക്കതാണ്, ഏത് സമയത്തും എല്ലാവർക്കും സുവിശേഷ വേല ചെയ്യാം, സുവിശേഷീകരണത്തിൽ പങ്കാളികളാകാം. അപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാ വാതിലുകളും അടഞ്ഞു, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്, കർഫ്യൂ ആയിരുന്നു ഇവിടെ. ആ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. 10 പേർക്ക് ആഹാരം കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിഞ്ഞാൽ ആരും നമ്മളെ സ്റ്റോപ്പ് ചെയ്തില്ല. സ്തോത്രം. കുറച്ച് പേർക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോയാൽ ആരും സ്റ്റോപ്പ് ചെയ്തില്ല. ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന കുറേ വീടുകൾ കോവിഡ് പോസിറ്റീവായിട്ട്, വീട്ടിലെല്ലാവരും പോസിറ്റീവായിട്ട് എഴുന്നേറ്റ് ആഹാരം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഏത് സമയത്ത്, ഞാൻ പറഞ്ഞു വരുന്ന ചുരുക്കത്തിൽ ഇതാണ്, ഏത് സമയത്തും ഏത് അർദ്ധരാത്രിക്കും കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവമക്കൾക്കും സഭയ്ക്കും അവസരം ഉണ്ട്. വാതിൽ തുറന്നാ കിടക്കുന്നത്. ലോക്ക്ഡൗൺ ആണെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ദേശത്തിൽ എത്തിക്കുവാനുള്ള വാതിൽ ഇപ്പോഴും എപ്പോഴും തുറന്നു തന്നെ കിടക്കും. സ്തോത്രം. അപ്പോൾ നമ്മൾ അതൊന്ന് കണ്ടെത്തിയാൽ മതി. നമ്മൾ ശൈലികളൊന്ന് മാറ്റണമെന്നുള്ളതേ ഉള്ളൂ. പഴയ ശൈലിയിൽ ഇപ്പോൾ പറ്റത്തില്ലായിരിക്കും, ഇന്ന് ചെയ്യുന്ന ശൈലിയിൽ നാളെ പറ്റത്തില്ലായിരിക്കും. ബട്ട് ഓരോ സമയത്ത് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം കർത്താവ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. സ്തോത്രം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏകദേശം ഈ സമയത്ത് ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ നീങ്ങിപ്പോകുന്നു, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, യാത്രകളെല്ലാം ഏകദേശമൊക്കെ, മീറ്റിങ്ങുകൾ ഇതെല്ലാം നിൽക്കുകയാണ്. ഞങ്ങളുടെ മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഔട്ട്റീച്ചുകളാണ്, ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് സുവിശേഷം പറയുന്ന മീറ്റിങ്ങുകൾ. അതൊക്കെ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് നടക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ വർഷം ഓർമ്മിപ്പിച്ച സമയത്ത് കർത്താവിനോട് ചോദിച്ചൊരു കാര്യം, കർത്താവ് എന്ത് ചെയ്യും? ഈ സമയത്ത് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയത്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുറേ നാൾ നടന്നു. ആ സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് 1 മിനിറ്റ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് തന്നത്. നിങ്ങൾക്ക് പലർക്കും കിട്ടുന്നുണ്ടായിരിക്കും 1 മിനിറ്റ് കൊണ്ടുള്ള ഒരു മെസ്സേജ്. അത് പ്രീ പ്ലാൻഡ് ഒന്നുമല്ലായിരുന്നു. ഈ 1 മിനിറ്റ് എന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സമയത്ത് തന്ന ഒരു പ്രേരണയായിരുന്നു. ദൈവം വേലുന്നത് 311 ദിവസമായിരുന്നു. ഇന്ന് ഒരു ദിവസം മുടങ്ങാതെ ചെയ്യാനുള്ളൊരു കൃപ ദൈവം തന്നു. സ്തോത്രം. അപ്പം ഒരു മിനിറ്റിൻ്റെ മെസ്സേജ് ആണെങ്കിൽ അത് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു 6-7 മണിക്കൂർ എടുക്കും കേട്ടോ, ഒറ്റ ദിവസത്തെ മെസ്സേജിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ. ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ, കർത്താവേ നന്ദി. എന്തിനാണെന്നറിയാം, ഇത്രയും ചെയ്യാനുള്ള ആരോഗ്യം തന്നതിന് നന്ദി. സ്തോത്രം. അല്ലപ്പുറം വേറെ ഒന്നും പറയാനില്ല. ആരോഗ്യത്തോടെ വെച്ചതിന് നന്ദി. തുടങ്ങിയ സമയത്ത് 30ാമത്തെ ദിവസം കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുമാറുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോയി. ഈ ഇത്രയും ദിവസവും പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഇനാക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ തന്നെ വേറെ പലതുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളോട് ഒരുപാട് പോയി. 100 തയ്ക്കാൻ പറ്റുമോ, കുറേ ദിവസങ്ങളോട് ഒരു 5 മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇന്നും പറയാനുള്ള ഒരു വാക്കുള്ള കർത്താവേ നന്ദി. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം അങ്ങ് പറഞ്ഞതാണ്. എന്നെ കേൾക്കുന്നതിൻ്റെ ദൈവമക്കളെ, ഇത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ, കർത്താവേ നന്ദി. ജീവനോടെ വെച്ചതിന് നന്ദി. സ്തോത്രം. അധ്വാനിക്കാൻ ആരോഗ്യം തന്നതിന് നന്ദി. ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നതിന് നന്ദി. വീട്ടിൽ എഴുന്നേറ്റ് ആഹാരം ഉണ്ടാക്കാൻ ആരോഗ്യം തന്നതിന് നന്ദി. കഴിക്കാനുള്ള ആരോഗ്യം തന്നതിന് നന്ദി. സ്തോത്രം. നന്ദി. അത്രമാത്രം നമുക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ കൃപ. ദൈവസഭയെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ദൈവമക്കളെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം ആലോചനകൾ തരും. ദൈവത്തിൻ്റെ പക്കൽ പദ്ധതികൾക്ക് പഞ്ഞമില്ല. അവിടെ പുതിയ പുതിയ ആലോചനകൾക്ക്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള ചിന്തകൾക്ക് കുറവില്ല. ദൈവം നമുക്ക് പുതിയ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു തരട്ടെ. സ്തോത്രം. അതേത് മാധ്യമത്തിലൂടെയാണെങ്കിലും ചെയ്യുവാനുള്ള
കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തരട്ടെ, സഹോദരന്മാർക്ക് സഹോദരിമാർക്കൊക്കെ ദൈവം തരട്ടെ. എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പറയുവാൻ 2 വാക്ക് പറയുക. ഒന്നുമല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവം ചെയ്ത സൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യം അങ്ങ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഇട്ടേക്കണം. സ്തോത്രം. അത് കാണുന്നവർ കേൾക്കുന്നവർ എന്നെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും അത് പ്രയോജനകരമായി തീരും. ഒരു 10 സാക്ഷ്യം പറയാനായിട്ട് നമ്മുടെ ഇല്ലേ? 10 അനുഭവങ്ങൾ പറയാനായിട്ട് നമ്മുടെ കയ്യിൽ കാണത്തില്ലേ? ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളോട് ചോദിച്ചേ ഇല്ലേ? മുതിർന്നവരോട് ചോദിച്ചില്ലേ ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. ഒരു 10 സാക്ഷ്യം 10 എപ്പിസോഡായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വീതമുള്ളത് റെക്കോർഡ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ഇട്ടേക്കണം. സ്തോത്രത അവിടെ അങ്ങ് കടന്നോളും. പൈസ ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് ചെയ്യാനുള്ള സമയം മാത്രം കണ്ടെത്തിയാൽ മതി. ആർക്കൊക്കെ അത് അനുഗ്രഹമായി തീരും നമുക്കറിയത്തില്ല. ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സ്തോത്രം. ഈ സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോകാം. എന്നിട്ട് 1-2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന 1-2 കാര്യങ്ങൾ, എന്നെ സന്തോഷിപ്പിച്ച 1-2 കാര്യങ്ങൾ പറയാനായിട്ടും കൂടെ ആഗ്രഹിക്കുക. വേദഭാഗം ഇതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്ന് വിശ്വസിക്കുക. എടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. മുഴുവൻ വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും ആ വേദഭാഗങ്ങളൊക്കെ പരിചയമുള്ളത് കൊണ്ട് അത് മുഴുവനെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിലെ 1-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആ വാക്യം എങ്ങനെയാണ്? 2 രാജാക്കന്മാർ 4-ാമത്തെ 2 Kings chapter 4 verse 1. അതിങ്ങനെയാ പറയുന്നത്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഒരു പാവപ്പെട്ട സഹോദരിയുടെ വളരെ ദുഃഖത്തിൻ്റെ സങ്കടകരമായ ഒരവസ്ഥ. ഈ സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. അതിനുള്ള സ്റ്റോറി ഒന്നും ഞാൻ വിശദീകരിക്കാനായിട്ടൊന്നും പോകുന്നില്ല. അതിനകത്തുള്ള 1-2 കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തെ സ്പർശിച്ച 1-2 കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒരു പാവപ്പെട്ട സഹോദരി, വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടെന്ന് തോന്നില്ല, ഒരുപാട് ചിന്തിക്കാനൊന്നും അറിയാത്ത ഒരു സഹോദരി. ഒത്തിരിയൊക്കെ ചിന്തിക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതമൊന്നും അവിടെ വീട്ടിൽ നടക്കത്തില്ലായിരുന്നു. ഈ പലപ്പോഴും അത്ഭുതങ്ങൾ നടക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാരണം നമ്മൾ ഒത്തിരി ലോജിക്കലായിട്ടൊക്കെ ചിന്തിക്കും. നമ്മൾ ഈ സമയത്ത് ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തൊക്കെ പ്രസംഗിക്കാനും ഒക്കെ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാനൊക്കെ പാവപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് പേര് മുമ്പോട്ട് വരും. ഒരുപാട് മിറക്കിൾസ് നടക്കും, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും അവിടെ. പക്ഷെ ഇത്രയും അത്ഭുതമൊന്നും കേരളത്തിൽ നടക്കത്തില്ല. കേരളത്തിൽ കുറച്ചുകൂടെ നമ്മൾ കാര്യകാരണ സഹിതമൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ അത് തെറ്റെന്നല്ല പറയുന്നതായിട്ട്. അപ്പം നമ്മൾ ഈ ഒത്തിരി അടയാളം അന്വേഷിക്കുകയും തെളിവുകളൊക്കെ നോക്കുകയും ഹിസ്റ്ററിയൊക്കെ അന്വേഷിക്കുകയും അല്ലേ, നമ്മൾ പ്രീച്ചറുടെ ഹിസ്റ്ററിയൊക്കെ നമ്മളിങ്ങനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ വരുമ്പോഴേ ഈ ദൈവത്തിന് അത്ഭുതം ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അത്ഭുതങ്ങൾ വളരെ കുറവാണ് നടക്കുന്നത്. അപ്പം അത്ഭുതങ്ങൾ നടക്കുന്നില്ല എന്നല്ല, നടക്കുന്നുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ഈ പാവപ്പെട്ട ആളുകളുടെ അടുക്കലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവരങ്ങ് വിശ്വസിക്കും. സ്തോത്രം. കർത്താവും പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല അല്ലേ. പിള്ളേർക്കൊന്നും ഒത്തിരി എന്താ നല്ല കാര്യങ്ങളല്ലേ കുഞ്ഞുങ്ങൾ, അവർക്ക് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചതൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. അവര് അങ്ങ് വിശ്വസിക്കും. പപ്പ പറഞ്ഞാൽ വിശ്വസിക്കും, അമ്മ പറഞ്ഞാൽ വിശ്വസിക്കും. അവർക്ക് ഈ വിശ്വാസക്കേട് വരുത്താതിരുന്നാൽ മതി. വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. പിള്ളേർ കുഞ്ഞുങ്ങൾ തമ്മിൽ പിണങ്ങിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പിണങ്ങുന്ന നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ഒരുമിച്ച് കളിക്കുന്നതാണ്. സ്തോത്രം. ഇതൊരു നല്ല കാര്യമല്ലേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഹൃദയത്തോടെ കർത്താവിനെ അങ്ങ് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കുറേ സ്വഭാവങ്ങളുണ്ട് കുഞ്ഞുങ്ങളിൽ. അതൊക്കെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം, അവിടെയാണ് ഒരു അത്ഭുതം നടക്കുന്നത്.
നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ച ആ സഹോദരിയുടെ കാര്യത്തിലും ഒരു നിഷ്കളങ്കമായ വിശ്വാസം, ചോദ്യം ചെയ്യാതെയുള്ള, അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ഒന്നും അന്വേഷിക്കാതെയൊക്കെയുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസമാണ് ആ കുടുംബത്തിന് അനുഗ്രഹം വരുത്തിയത് കേട്ടോ. സ്തോത്രം. അവരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം വരുത്തിയത് ദാറ്റ് സിമ്പിൾ ഫെയ്ത്ത്, ദാറ്റ് സിമ്പിൾ ഒബീഡിയൻസ്. സ്തോത്രം. ആ ലളിതമായ അനുസരണം, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം കുടുംബത്തിന് അതൊരു അനുഗ്രഹമായിട്ട് മാറി. സ്തോത്രം. എന്താ പ്രശ്നം? അവിടുത്തെ പ്രശ്നം നമ്മൾ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നം ഫൈനാൻഷ്യലാണ്. അത് നിൽക്കട്ടെ. ഫൈനാൻഷ്യലാണ് എന്നതിനേക്കാൾ കൂടുതൽ ആ അമ്മയുടെ ഹൃദയത്തിലെ വേദനയുടെ കാരണം അവളുടെ മക്കളെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബത്തിലെ പ്രശ്നം അവൾ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ അടിമകളാകാൻ പോകും, കടക്കാരൻ വന്ന് മക്കളെ കൊണ്ടുപോകാൻ പോകും. ഞാനൊരു കാര്യം ഒന്ന് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുക. ദൈവമക്കളെ, വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വന്ന കടക്കാരൻ എന്ന് പറയുന്ന ആ പുള്ളി, അപ്പം അയാൾക്ക് പൈസ കിട്ടിയാൽ പോരെ? ഇവർക്ക് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവരുടെ വീടൊക്കെ ഉണ്ടല്ലോ. അയാൾക്ക് പണം ഈടാക്കുകയാണെങ്കിൽ നിന്റെ വീടിനെ ഞാനെങ്കിൽ പിടിച്ചെടുക്കും, നീ ഇറങ്ങി പോക്കോ എന്ന് വല്ലതും പറഞ്ഞാൽ പോരെ? അങ്ങനെയൊന്നുമല്ലല്ലോ പറയുന്നേ. അയാൾ പറയുന്നത് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്ന. അപ്പം അയാൾക്കറിയാം, ഞാൻ അയാളെ ഒരു പിശാചിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അയാൾക്കറിയാം ഇവളെ എവിടെ തൊട്ടാൽ അവൾക്ക് നോവുമെന്ന്. അവിടെ തൊട്ടാൽ വീടിനല്ല, നിന്റെ സമ്പത്തിന്, നിന്റെ പ്രോപ്പർട്ടി, അത് ഞാൻ പിടിച്ചെടുക്കും ഒന്നൊന്നുമല്ല പറയുന്നത്, എൻ്റെ മക്കളെ. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. പിശാചിനറിയാം നമ്മുടെ ഒരു കുടുംബത്തിനകത്തെ ഈ സ്വസ്ഥത നഷ്ടപ്പെടാൻ പിള്ളേരെ കൂടെ പിശാചിന് പ്രവർത്തിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റും. നമ്മൾ വളരെ വേലി കെട്ടി കാത്തുകൊള്ളേണ്ട ഒരു മേഖലയാണത്. പിള്ളേരെ തൊട്ടാൽ മതി, പിള്ളേരുടെ സ്വഭാവത്തെ തൊട്ടാൽ മതി, പിള്ളേരുടെ പ്രാർത്ഥനാ ജീവിതത്തെ തൊട്ടാൽ മതി, പിള്ളേരുടെ ദൈവഭക്തിയെ തൊട്ടാൽ മതി. തൊടാൻ ഭയങ്കര എളുപ്പമല്ലേ ഇപ്പം? അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമേ. ഞാൻ എഴുതിയ ഒരു പാട്ടിൻ്റെ ചില വരികൾ ഇങ്ങനെയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വരികളിലാണ്. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും മക്കളും സമ്പത്തും കണക്റ്റഡ് ആണ് കേട്ടോ, ഇതെല്ലാം കൂടെ. സോദരൻ, പിള്ളേർ ഒരെണ്ണം തലതിരിഞ്ഞു പോയാൽ മതി കുടുംബത്തിന്റെ സമ്പത്ത് മുഴുവൻ പോകാൻ. ജീവിത പങ്കാളി, അത് ഭർത്താവാകട്ടെ ഭാര്യ ആകട്ടെ, ഒരാൾ ബുദ്ധിമോശം കാണിച്ചാൽ പോരെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത എല്ലാം തകരാൻ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത്. ദൈവമക്കളെ, കുടുംബങ്ങളിൽ ഞാൻ സഹോദരിമാരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം, സഹോദരിമാരെ, നിങ്ങൾ ഈ കുടുംബത്തിനകത്തുള്ള ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഭർത്താവ് അറിയാതെ, പ്രത്യേകിച്ച് വീട്ടിലെ മുതിർന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയാതെ ഒന്നും ആർക്കും ഒന്നും എടുത്തൊന്നും കൊടുത്തേക്കരുത്. ഇതൊക്കെ കുറച്ച് കഴിയുന്ന സമയത്ത് പിന്നെ ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും ആ ചേട്ടന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറുന്നത്. ഇത്രയും സഹോദരിമാര് കണ്ണുനീരിലാണ്. വീട്ടിലറിയാതെയൊക്കെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു, ചേച്ചി എന്നൊക്കെ വിളിച്ചിങ്ങ് വരും. എന്നിട്ട് കാര്യമൊക്കെ അയാളുടെ ആവശ്യത്തിനുള്ള പണമൊക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് പിന്നെ ആ മുഖഭാവവും ടോണും ഒക്കെ അങ്ങ് മാറുന്നില്ലേ? എത്രയോ സങ്കടകരമായ അവസ്ഥയിലൂടെ അനേക സഹോദരിമാർ ആത്മഹത്യയുടെ വക്കൽ നിൽക്കുന്നവരെ എനിക്കറിയാം. അതിനോ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെയൊന്നും സംഭവിക്കരുത്. ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. കുടുംബങ്ങളുടെ അകത്ത് സാമ്പത്തിക ഇടപാടുകളെല്ലാം എല്ലാവരും അറിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ.
ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം, കൊടുത്ത് സഹായിക്കണം. അത് വീട്ടിലെല്ലാവരും കൂടെയൊക്കെ അറിഞ്ഞിരിക്കണം. സ്തോത്രം. കടം വാങ്ങാതിരിക്കണം, കഴിയുന്നതും. വാങ്ങുകയാണെങ്കിൽ തന്നെ എല്ലാവരും കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇന്ന ആളിൽ നിന്ന് ഇത്ര വാങ്ങുകയാണ്, ഇന്ന ആവശ്യമാണ്. വാങ്ങാതിരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ദിവസം വളരെ സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ബ്രദറെ, മോനൊരു യൂറോപ്യൻ രാജ്യത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അവന് ലൈസൻസും ഇല്ല. ആ നാട്ടിലെ ആരുടെ വണ്ടി എടുത്തുകൊണ്ട്, ഫ്രണ്ട്സിൻ്റെ ആരാണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി വണ്ടി ഇടിച്ചു, ആകെ നാശമായി. നിന്ന നിപ്പിൽ 22 ലക്ഷം രൂപ ഇന്ത്യൻ മണി അതൊന്ന് സോൾവ് ചെയ്യാൻ, അവനൊന്ന് ഊരിയെടുക്കാൻ, കേസിൽ നിന്ന് ഊരിയെടുക്കാൻ 22 lakhs. കൊച്ചൻ ഒത്തിരി കരഞ്ഞു, പപ്പാ എനിക്ക് തെറ്റുപറ്റിപ്പോയി. സൂക്ഷിച്ചോളണം മക്കളെ. എന്നെ കേൾക്കുന്ന മുതിർന്ന മക്കളൊക്കെ ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്, ചെറിയ മക്കളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളും എല്ലാവരും ഒക്കെ. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് പാടി. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. മക്കളെ എല്ലാവരും ഒന്ന് പറഞ്ഞ, നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കും, ദൈവവചനം അനുസരിച്ച് തന്നെ ജീവിക്കും. സ്തോത്രം. നമുക്ക് ഈ തെറ്റായ വഴിയൊക്കെ പറഞ്ഞു തരാൻ ഒരുപാട് ആൾ കാണും. വല്ല കുരുക്കിലും പെട്ട് കഴിയുമ്പോൾ ഒരുത്തനെയും കാണത്തില്ല. പിന്നെ അപ്പനും അമ്മയും സഹിച്ചോണം. എൻ്റെ മക്കളെ അബദ്ധങ്ങളിലൊന്നും പോയി ചാടല്ലേ. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ചിന്തകളും ഉപദേശങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയാൽ അതെല്ലാം ഒന്ന് വീട്ടിലൊക്കെ ഇരുന്നൊന്നും ഡൈനിങ് ടേബിളിൻ്റെ അടുക്കൽ ഇരുന്ന് എല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു നല്ല സ്ഥലമാണ് എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ. സ്തോത്രം. പറഞ്ഞു വന്നത്, കുടുംബത്തിനകത്ത് ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചൊന്ന് പിടിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് പോകും. സ്തോത്രം. എല്ലാവരും ആ യൂണിറ്റിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളണം, പിശാച് വളരെ എളുപ്പത്തിൽ കുടുംബത്തിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ളത് മക്കളിലൂടെയാണ്. അപ്പോൾ മക്കളുടെ ആത്മീയ ജീവിതം വളരെ ഭദ്രമായിരിക്കണം. മക്കളുടെ ഭൗതിക ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, കൂട്ടുകാരുമൊത്തുള്ള ഇടപാടുകൾ, എല്ലാ മേഖലകളും വളരെ സൂക്ഷിച്ചുകൊള്ളണം. മക്കളെ, കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം, മാതാപിതാക്കളെ സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രം. അപ്പോൾ ഇവിടെയും ഈ ഒരു കുടുംബത്തിനകത്ത് പറഞ്ഞു വരുന്നത് അവിടെയാണ്. നമ്മുടെ കുടുംബത്തിലെ സ്വസ്ഥത പോകാൻ പിശാച് നോട്ടമിട്ടത് മക്കളെയാണ്. മക്കളെ ക്ലെയിം ചെയ്യുക, മക്കളെ എനിക്ക് വേണം. അപ്പോ ആ ഒരു ക്രൈസിസിലാണ് അവിടെ നിൽക്കുന്നത്. അത് വലിയൊരു പ്രതിസന്ധിയാണ്. മക്കളെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സമയത്ത് അപ്പനും അമ്മയും എന്തും ചെയ്യും. അതറിയാം, പിശാചിനറിയാം. അപ്പൊ അന്നേരം എന്ത് വില വേണമെങ്കിലും കൊടുക്കും. കുടുംബത്തിന്റെ അടിത്തറ വരെ ഇളക്കാൻ ഇതുപോലുള്ള ചില വിഷയങ്ങൾ മതി. എന്ത് നഷ്ടവും വരുത്തും. മക്കളെ രക്ഷിക്കണം.
മക്കളുടെ ഭാവി, മക്കളുടെ അനുഗ്രഹം. അല്ലേ? നമ്മളുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ എന്തിനാ ഈ രാപകലില്ലാതൊക്കെ അധ്വാനിക്കുന്നത് ചോദിച്ചാൽ പറയും, എല്ലാവരും പറയും മക്കൾക്ക് വേണ്ടി. മക്കൾക്ക് നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത്, എടാ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഈ അധ്വാനിക്കുന്നതല്ല നിങ്ങൾക്ക് വേണ്ടി. അല്ലേ? മക്കൾ പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളത് മാത്രം. ഇപ്പോൾ പ്രത്യേകിച്ചൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ ദൂരോട്ട് പോയിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അപ്പനും അമ്മയൊക്കെ അധ്വാനിക്കുന്നതിൻ്റെ വില എന്താണെന്ന്, അവരുടെ കയ്യിൽ ലഭിക്കുന്ന പണത്തിൻ്റെ വില എന്താണ്, അതൊക്കെ ഒന്ന് അറിഞ്ഞ് ആ കുഞ്ഞുങ്ങളൊക്കെ അതൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ എത്ര നല്ലതായിരുന്നു. അല്ലേ? പലയിടത്തും മിക്കവാറുമൊക്കെ വീടുകളിലൊക്കെ അത് അറിയാം കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ ചിലയിടത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അത് അറിയാതെയൊക്കെ പോകുന്നത് കൊണ്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ പിശാച് നമ്മളെങ്കിൽ ഇങ്ങനെ നമ്മുടെ അനുഗ്രഹങ്ങളെയും നന്മകളെയും സന്തോഷത്തെയൊക്കെ ചോർത്തിക്കളയാൻ മക്കളെ ആയുധമാക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചുകൊള്ളണം. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ കുടുംബത്തിനകത്തും മക്കളെയാണ് ആ വീട്ടിലെ സഹോദരിയുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല കേട്ടോ. ആ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും, നല്ല മക്കളാണ്, നല്ല 2 മക്കൾ. പക്ഷെ ആ മക്കളെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഭീഷണി. അപ്പോ അതിനൊരു പരിഹാരം ഉണ്ടാകണം. അതാണ് വിഷയം. അതിനൊരു പരിഹാരം ഉണ്ടാകണം. മക്കൾ നഷ്ടപ്പെടാതിരിക്കണം, ആ കുടുംബത്തിന്റെ ഭദ്രത നിലനിൽക്കണം, തലമുറകൾ നിലനിൽക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനൊരു പരിഹാരം, അതാണ് വിഷയം. ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. സ്തോത്രം. മനുഷ്യരാൽ അത് സാധ്യമാണോ? മനുഷ്യരെ സഹായിച്ചാൽ, മനുഷ്യരൊക്കെ സഹായിച്ചാണ് ഇപ്പൊ ഈ പരുവായിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയി, നമുക്കറിയത്തില്ല ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്. ഇവരൊക്കെ തമ്മിൽ ഒരുമിച്ചൊക്കെ ആലോചിച്ചൊക്കെയാണോ ഈ കടഭാരമൊക്കെ വരുത്തി വെച്ചത്? ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും ആ വീട്ടിലെ അപ്പൻ നഷ്ടപ്പെട്ടു. ഇപ്പൊ അമ്മയുടെ മേളിൽ എല്ലാ ഭാരവും ഒക്കെ വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അമ്മ ഇങ്ങനെ അങ്ങ് കരയുകയാണ്. അമ്മയുടെ ഒരു കരച്ചിലാണ് അവിടെ കാണുന്നത്. നിലവിളിച്ചെന്ന് എഴുതിയിരിക്കുന്നല്ലേ? നിലവിളിച്ചു. അമ്മമാരുടെയൊക്കെ നിലവിളി മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടിയാണ്, കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അമ്മയുടെ ഒരു കരച്ചിലുണ്ട്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2013 എൻ്റെ ഒരു ഓർമ്മ, അപ്പോഴെഴുതിയൊരു പാട്ടുണ്ട്. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ. എന്നെ യേശുവേ തൃപ്പാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. ഈ മക്കളുടെയൊക്കെ വേദന ഉണ്ടാകുന്ന സമയത്ത് അപ്പനമ്മമാരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയുടെ ഒരു തീവ്രമായ ഒരു അവസ്ഥയിലൂടെ പോയൊരു സന്ദർഭമായിരുന്നു 2013. എൻ്റെ മോന്, എൻ്റെ ഏറ്റവും ഇളയ മോൻ, 3 മക്കളാണ് ഞങ്ങൾക്ക്. ഏറ്റവും ഇളയത് മോന. അവൻ അന്ന് 9th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അവന് 10th ഇങ്ങനെ പാസ്സായി. അപ്പോൾ ആ വെക്കേഷൻ ടൈമിൽ, അപ്പോൾ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെല്ലാം തിരുനെൽവേലിയുടെ അടുത്തൊരു മിഷൻ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ആ വെക്കേഷനിൽ അവർക്ക് കുറച്ച് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവനൊരു അസുഖം വന്നു. കഴിക്കുന്നതൊക്കെ ഛർദ്ദിക്കുക, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, നടക്കുന്നതൊക്കെ ഇങ്ങനെ വളഞ്ഞാണ് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലായി. അപ്പം അവിടുത്തെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് അവർ ഉടനെ തന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് തീരെ വയ്യ, അവനെ നിങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പാരൻസിനെ വിളിച്ചു പറഞ്ഞു. അവരവിടുന്ന് ഉടനെ തന്നെ പോയിട്ട് അടുത്ത ദിവസം അവനെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. അപ്പോൾ ഞാൻ ആ സമയത്ത് ദോഹയിലുണ്ട്. എൻ്റെ വൈഫും മോളും, മൂത്ത മോളും, 2ാമത്തെ മോളൊന്ന് ഹോസ്റ്റലിലാണ്, മൂത്ത മോളും ഇവിടുന്ന് നാട്ടിലോട്ട് പോയി. നാഗ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന അന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലൊരു മോഷണം നടന്നു. നാഗ്പൂർ വീട് പൂട്ടിയിട്ടിട്ടാ പോയത്. പൂട്ടൊക്കെ പൊളിച്ചിട്ട് കള്ളം കയറിയത്. അപ്പോ ഈ നോക്കി ചില വിഷയങ്ങളൊക്കെ കയറി വരുമ്പോഴേ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരും. ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. ഇപ്പൊ ഇവര് പോകുന്ന സമയത്ത് ട്രെയിനിൽ വിളി ചെല്ലുന്നു, വീട് കള്ളം കയറി, എന്തൊക്കെ പോയെന്ന് അറിയത്തില്ല. അപ്പൊ എനിക്കും ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനെ സംഭവിച്ചു. എനിക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചു ഹോസ്പിറ്റലിലാണ്.
അപ്പൊ ഞാനവളോട് പറഞ്ഞു, അന്ന് സാരമില്ല, പോയത് പൊക്കോട്ടെ, നീ ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു. കുഞ്ഞിനെ നോക്കി. ഒരു 9 ദിവസത്തോളം ആ പറഞ്ഞ ഹോസ്പിറ്റലിലായിരുന്നു. എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. അവന് ചെസ്റ്റ് പെയിൻ, അവൻ്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ടായി. അവൻ അവിടെ നിന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് 3-ാമത്തെ ദിവസമാണ് ഡയഗ്നോസ് ചെയ്തത്. വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമാണ്. ഇമ്മ്യൂണിറ്റി കൂടിപ്പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം അങ്ങനെ അവൻ്റെ ബ്ലഡ് വെസൽസിനെയൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് പൊട്ടിക്കുന്ന ഒരു അസുഖം ആയിട്ട് അത് മാറി. അവൻ്റെ ബോഡിയിലെല്ലാം പാച്ചസ് വന്നു. അവൻ്റെ കിഡ്നി, അവൻ്റെ ഹാർട്ട്, ഇതിനൊക്കെ ഓരോന്നോരോന്നായിട്ട് അതിനെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ട് കൊച്ചു ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെയും 3-ാമത്തെ ദിവസം വീണ്ടും പ്രശ്നം വഷളായി. ഹോസ്പിറ്റലിൽ പോയി. ഒരു ദിവസം ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ, ഒരു കൺസൾട്ടന്റ് വേറൊരു ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയിട്ട് പോന്നു. വന്നിട്ട് അവനെ നോക്കിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ പുറകെ നിന്ന് പോയിട്ട് ചോദിച്ചു, ഡോക്ടറെ, ഇത് സുഖമാവുമോ? ഇതൊന്ന് ഭേദമാകുമോ? അവന് അടുത്ത 10th-ലാണ്, അവന് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ആ ഡോക്ടറോട് ചോദിച്ചത്. ഡോക്ടർ പറഞ്ഞു, എനിക്കറിയത്തില്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സുഖമാകുമോ, അതെന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുള്ള കാര്യമൊന്നും ഡോക്ടർക്ക് പറയാൻ പറ്റത്തില്ല എന്ന് മുഖത്തടിച്ച പോലെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. എൻ്റെ ആകെ കൂടെ അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു കേട്ടോ, ആ ഡോക്ടർ എന്നൊരു നല്ല വാക്ക് കിട്ടുമെന്നുള്ളത്. കിട്ടിയില്ല. അപ്പോഴേ നമ്മളങ്ങ് തകർന്നു പോകത്തില്ലേ? മാനുഷികമായിട്ടുള്ളൊരു വല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് ഞാനങ്ങ് പോയി. ഞാൻ ആ കട്ടിലിൻ്റെ അടുക്കൽ വന്ന അവൻ്റെ അടുത്തിരുന്നിട്ട് അവൻ്റെ മേലിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ വരികളാണ് ഈ പാട്ടിൽ എഴുതിയത്. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ. എൻ യേശുവേ, തൃപ്പാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ. സൗഖ്യനദി എന്നിലേക്കൊഴുകിയിടട്ടെ. സൗഖ്യം നൽകും ആഴിയിൽ ഞാൻ മുഴുകിയിടട്ടെ. സൗഖ്യനദി എന്നിലേക്കൊഴുകിയിടട്ടെ. സൗഖ്യം നൽകും ആഴിയിൽ ഞാൻ മുഴുകിയിടട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ. അതിൻ്റെ 3-ാമത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ്. അടിപ്പിണരിൻ ശക്തി എന്നിൽ പതിയട്ടെ. രോഗത്തിൻ്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. അടിപ്പിണരിൻ ശക്തി എന്നിൽ പതിയട്ടെ. രോഗത്തിൻ്റെ വേരെല്ലാമേ അറ്റുമാറട്ടെ. അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിയിടട്ടെ. എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. സൃഷ്ടിക്കുന്ന ശബ്ദം എന്നിൽ മുഴങ്ങിയിടട്ടെ. എന്നിൽ വേണ്ടതെല്ലാം ഉരുവാകട്ടെ. എൻ്റെ സൗഖ്യം അങ്ങേ ഇഷ്ടമേ, തിരുഹിതം എന്നിൽ പൂർണ്ണമാകട്ടെ. എൻ യേശുവേ, തൃപ്പാദങ്ങളിൽ സമ്പൂർണമായി ഇപ്പോൾ സമർപ്പിക്കുന്നേ.
തലമേൽ കരം വെച്ചിട്ട് പറഞ്ഞ വാക്കുകളാണ്, കർത്താവേ, ക്രൂശിലെ നിണം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഇവന്റെ ശരീരത്തിൽ, ഇവന്റെ സിരകളിലൂടെ ഒന്ന് ഒഴുകട്ടെ കർത്താവേ. അങ്ങ് ചാട്ടവാറിന്റെ എത്രയോ അടിയേറ്റതാണ്. അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിന്റെ ശക്തി, അങ്ങ് ശരീരത്തിലെ ഏറ്റവും ഒരടിയുടെ ശക്തി ഇവന്റെ ശരീരത്തിലേക്കൊന്ന് പതിയട്ടെ, ഇവൻ സൗഖ്യം പ്രാപിക്കും. സ്തോത്രം. ചില നിലവിളികളുണ്ടല്ലോ, ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ അതിനെ. സ്തോത്രം. ചില നിലവിളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് പിന്നെ അവിടം വിട്ടു പോകാനൊന്നും പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ ഹൃദയനുറുക്കത്തിന്റെ ഒരു നിലവിളിയുണ്ട്. നിലവിളി എന്ന് പറഞ്ഞാൽ വാവിട്ട് നിലവിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു നിലവിളി ഉണ്ടല്ലോ, നിശബ്ദമായിട്ട് നിലവിളിക്കാൻ പറ്റും. അത് കർത്താവ് കാണാതിരിക്കത്തില്ല, അതിന് മറുപടി തരാതിരിക്കത്തില്ല. സ്തോത്രം. ശരിക്കും പറയട്ടെ, അടുത്ത ഒരു വർഷം കൊണ്ട് അവൻ്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി. ഒരു വർഷം എടുത്തു, ഒരു വർഷം കൊണ്ട് അവൻ സൗഖ്യമായി. ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ്. അവന് സ്കൂൾ ഇയർ നഷ്ടമായില്ല, സ്കൂളിൽ പഠിച്ചു. 93%, 93% പാസ്സായി. സ്തോത്രം. 12th പാസ്സായി, BSc കഴിഞ്ഞു, MSc ഫൈനൽ ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നല്ല ആരോഗ്യമുണ്ട്. ദൈവം അവനെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. സ്തോത്രം. കർത്താവ് വിടുവിക്കുമോ? ഡോക്ടർക്ക് പോലും പറയാൻ പറ്റത്തില്ല ഇത് സുഖമാവുമെന്ന്. ഡോക്ടർമാർക്ക് പറയാൻ കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് പറയാൻ കഴിയാത്തതൊക്കെ ദൈവത്തിന് പറയാൻ അറിയാം. കാരണം സൃഷ്ടിച്ച ദൈവമാണ്. സൃഷ്ടിച്ചവന് പറയാൻ പറ്റിയത് എന്താ സംഭവിക്കാൻ പോകുന്നതാണ്. കർത്താവ് പറയുന്നുണ്ട്, മൈ വേർഡ് ഇസ് ദ ഫൈനൽ വേർഡ്. എൻ്റെ വാക്കാണ് അവസാന വാക്ക്. അത് സംഭവിക്കും, അത് സംഭവിക്കും. സ്തോത്രം. അതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ, ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നവരെ മറുപടി ഉണ്ട് കേട്ടോ. അതിന് മറുപടിയുണ്ട്. അത് ദൈവം മറികടന്നു പോകത്തില്ല. ആ വിഷയത്തിന് ദൈവം മറുപടി അയക്കും. അത് രോഗസൗഖ്യമാണെങ്കിൽ അത് അയക്കും. മറ്റെന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ, ഏത് വിഷയമാകട്ടെ, എത്ര എന്താ പറയുന്നത്, ഇനി അത് കൂടിച്ചേരാൻ പറ്റത്തില്ല, ഇത് ശരിയാകത്തില്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ആയിക്കോട്ടെ, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതെല്ലാം ശരിയാകും. സ്തോത്രം. അവിടെ ഒരു ഹൃദയനുറുക്കത്തോടെയുള്ള ഒരു പ്രാർത്ഥന, ആ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു നിലവിളിച്ചു എന്ന് പറയുന്നില്ലേ, ആ നിലവിളിയുടെ പരിഹാരം, മറുപടിയാണ് പിന്നെ അങ്ങോട്ടെല്ലാം നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പോ ഹൃദയനുറുക്കത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും, വിടുതലുണ്ട്. വിഷയം എന്താണെങ്കിലും അതിന് വിടുതലുണ്ടാവും. സ്തോത്രം. ഒരു കാര്യം കൂടി ഞാൻ അവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്. ആ സഹോദരി ദൈവദാസന്റെ അടുക്കിലേക്ക്, എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനു മുമ്പ് അവളോട് പോയിട്ടുണ്ടോ ഈ ഒരു വിഷയമായിട്ട്? പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നവും കൊണ്ട് ദൈവാലയത്തിലേക്ക് ഓടിച്ചെല്ലുന്നത്. ഇതൊക്കെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് തോന്നിക്കണം, അയ്യോ എന്തോ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനം, ആ തീരുമാനം എടുക്കുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം രാവിലെ ആയിരിക്കുമല്ലോ ഓടിയത് ദൈവാലയത്തിലേക്ക് പോകാൻ. അതിൻ്റെ തലേ ദിവസം രാത്രി, ആ തലേ രാത്രിയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അടുത്ത ദിവസമൊക്കെ ഒരു ഡെഡ് ലൈനൊക്കെ അവളുടെ മുന്നിൽ കിടക്കുകയാണ് മക്കളുടെ വിഷയത്തിൽ. ആ കുഞ്ഞുങ്ങളെയൊക്കെ, 2 കുഞ്ഞുങ്ങളെയൊക്കെ അന്ന് രാത്രി കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ കിടന്ന് ഭാവിയെക്കുറിച്ചുള്ള ഒരു അനിശ്ചിതത്വം, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയാത്ത വളരെ വലിയൊരു ആശങ്കയുടെ നടുവിൽ കിടക്കുമ്പം ഇതെങ്ങനെ ഈ വിഷയം ഒന്ന് പരിഹരിക്കും?
അവിടുത്തെ വിഷയം പരിഹരിക്കാൻ ഇച്ചിരി പണം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പണം ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. പക്ഷേ അതില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അത് ഭയങ്കരമായ നഷ്ടമാണ്. പക്ഷേ പണം ഉണ്ടെങ്കിൽ പരിഹരിക്കാം. എന്നാൽ വേറെ പല വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പലതുമൊക്കെ വരുന്നത് പണം ഉണ്ടായാലും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. പണം എല്ലാത്തിൻ്റെ പരിഹാരമല്ലല്ലോ. ചില കാര്യങ്ങളുടെ മാത്രമേ പരിഹാരം സമ്പത്തുകൊണ്ട് നടക്കത്തുള്ളൂ. അപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ള ചിന്തകളൊന്നും ആരുടെയും ഹൃദയത്തിൽ, ലോകത്തൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അതൊന്നുമല്ല, അതൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളാണ്. അപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ പരിഹരിക്കാമെങ്കിൽ ചെറിയ കാര്യം. സമ്പത്ത് കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് വേണ്ടിയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിഷയം പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പണം ഉണ്ടായ പോരെ. പണം എങ്ങനെ ഉണ്ടാക്കും? പണം എങ്ങനെ ഉണ്ടാക്കും? അതാണ് അവളുടെ ചിന്ത. ആ രാത്രി മുഴുവൻ ചിന്തിച്ചിട്ടാണ് എങ്ങനെ പണം ഉണ്ടാകും. പണം ഉണ്ടാകണമെങ്കിൽ ഇതിനു മുമ്പ് ഒരുപക്ഷെ അവൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം ചിലരിൽ നിന്നൊക്കെ കടം വാങ്ങി ഈ കടം കൊടുത്തു തീർക്കുക എന്നുള്ളത്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അതെങ്ങനെ എത്ര നാൾ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും കടം വാങ്ങി കടം തീർക്കുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഇങ്ങനെ കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു വാക്ക് പറയാനുണ്ട്. അങ്ങനെ ചെയ്ത് പരാജയപ്പെട്ട ഒരാളാണ് ഞാനും. ഇപ്പോഴല്ല, ഒരു 10-27 വർഷങ്ങൾക്ക് മുമ്പ് വലിയ പരാജയത്തിൻ്റെയൊക്കെ അവസ്ഥകളിലൂടെയൊക്കെ പോയി. എല്ലാം തകർന്നു പോയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് പാരലായിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ നഷ്ടത്തിൽ കലാശിച്ചു. അതിഭയങ്കരമായ ഒരു കടഭാരം. അന്നത്തെ എൻ്റെ നിലയിൽ അതൊരു വലിയ കടം, എനിക്ക് താങ്ങാൻ പറ്റാത്ത വലിയൊരു കടഭാരത്തിലേക്ക് ചെന്ന് വീണു. പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് ഒന്നും അറിയാതെ എല്ലാ വഴികളും അടങ്ങും. ആ ഒരവസ്ഥയിലൂടെ പോയൊരു സന്ദർഭം, ഒരു സമയം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഈ സാമ്പത്തിക ഇടപാടുകളിൽ, കടഭാരങ്ങളിൽ, നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക്, കടം വാങ്ങി കടം തീർക്കുന്ന ആ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഇത് എന്നവസാനിക്കും? ഇതിനൊരു അവസാനം വേണ്ടേ? അതിനൊരു അവസാനം വേണം. ഈ പാവപ്പെട്ട അമ്മേന്റെ രാത്രി കിടന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ്, എങ്ങനെയാണ് ഇതൊന്ന് തീർക്കുന്നത്? അവിടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. കടം വാങ്ങി കടം തീർക്കുക, ആരെന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്ത് തീർക്കുക. പക്ഷെ അത് തീരത്തില്ല, അത് അവസാനിക്കത്തില്ല. അത് പിന്നെയും കൂടി വരത്തേയുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കടക്കാരൻ വരും, വന്നിട്ട് പറയും വേറെ എന്തെങ്കിലും ഒരു ഭീഷണി വരും. ഇത് അവസാനിക്കണ്ടേ ഒന്ന്? ആ രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ചിന്ത വന്ന് കാണും, ദൈവമേ ഇതൊന്ന് അവസാനിക്കണമല്ലോ, ഈ പ്രശ്നത്തിനൊരു അവസാനം. ഞാൻ പറഞ്ഞു വരുന്ന സാമ്പത്തിക വിഷയം, ഇവിടെ ഈ ഭവനത്തിലെ വിഷയം സാമ്പത്തികം, മറ്റെന്തെങ്കിലും ഒരു വിഷയമായിട്ട് ഇതൊന്ന് ശാശ്വതമായിട്ടൊന്ന് പരിഹരിക്കപ്പെടണമല്ലോ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യനിൽ ആശ്രയിച്ച് താൽക്കാലിക പരിഹാരം വരുത്തുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിച്ച് സ്ഥിരമായ ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുന്നതല്ലേ നല്ലത്. സ്തോത്രം. അപ്പൊ 2 ഓപ്ഷൻ അവരുടെ മുന്നിൽ കിടക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ മനുഷ്യരെ ആശ്രയിച്ച് ഇതിനൊരു പരിഹാരം വരുത്താം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് എന്നേക്കുമായിട്ടൊരു പരിഹാരം ഈ വിഷയത്തിന് വരുത്താം. സ്തോത്രം. ഒരുപാട് ലോജിക്കൊന്നും എടുക്കാതെ ചിന്തിച്ച, ബ്ലൈൻഡായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ച ആ സഹോദരിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അവളൊരൊറ്റ തീരുമാനം, ഇനി മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നു. അടുത്ത ദിവസം രാവിലെ വീടും പൂട്ടിയിട്ട് മക്കളെ പൂട്ടിയിട്ടിട്ട് ഒരൊറ്റ ഓട്ടമാണ്. മക്കളോട് പറഞ്ഞാൽ, മക്കളെ ആര് വന്നതോ മുട്ടിയാലും വാതിൽ തുറക്കരുതേ, അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി, അമ്മ വന്നിട്ട് തുറക്കാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവള് പോകുന്നത്. ഓടുകയാണ്. എങ്ങോട്ടാ ഓടുന്നേ? ദൈവാലയത്തിലേക്ക് ഓടുകയാണ്. ദേവദാസിന്റെ അടുക്കിലേക്ക് ഓടുകയാണ്. എന്താ നിലവിളിച്ചുകൊണ്ട് പോവുകയാണ്, കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഒരു കരച്ചിൽ, വാവിട്ട് കരഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ പോയിട്ട് പറയുകയാണ്, ആ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, അയ്യോ. അപ്പൊ ആദിവാസി മോളെ കരയാതെ കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ മക്കളെ നഷ്ടപ്പെടാൻ പോവുകയാണേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ദൈവദാസിനെ, എനിക്കറിയത്തില്ല. ഒരു കരച്ചിലുണ്ടല്ലോ.
മനുഷ്യനെ കൊണ്ടൊന്നും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വേദനയുടെ ഒരു കരച്ചിലാണ്. ആ കണ്ണുനീരിന് ദൈവം മറുപടി കൊടുക്കും കേട്ടോ. കണ്ണുനീരിന് ദൈവം മറുപടി കൊടുക്കും. സ്തോത്രം. ഒരു വലിയ വിടുതൽ ആ കുടുംബത്തിനകത്തേക്ക് ദൈവം തൻ്റെ കൃപയാൽ അയക്കുക. ഒരു വലിയ വിടുതൽ ആ കുടുംബത്തിലേക്ക് ദൈവം അയക്കുകയാണ്. എന്താ അടിസ്ഥാനം? ഒറ്റ തീരുമാനം. മനുഷ്യനിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കും എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം, പെട്ടെന്ന് പറയാം, ഇനി കടം വാങ്ങിക്കുന്നില്ല എന്ന്. ഇനി കടം വാങ്ങത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കുക. ഇനി വായ്പ വാങ്ങത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ ആ വിഷയം, എൻ്റെ പ്രശ്നം ആ ഒരു അത് ഭയങ്കരമായിട്ടൊരു ക്രൈസിസ് ആയിരുന്നു കേട്ടോ. ഞാനിപ്പോഴും ചിന്തിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സന്ദർഭമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു രാത്രി എന്നോട് ചോദിച്ചെന്തുവന്നാൽ, ഞാൻ ഒരു 3-4 ദിവസത്തെ രാത്രി കരച്ചിലിൻ്റെ രാത്രിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ താഴ്ത്തി തകർത്ത ദൈവസന്നിധിയിൽ ഇട്ടുകൊണ്ടു. കർത്താവെ, എല്ലാം എനിക്കിനി എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, ദൈവമേ എനിക്കൊരു വഴി തുറന്നു തരണം. ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ ഒരു തിങ്കളാഴ്ച രാത്രിയാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത്. പകൽ ഓഫീസിൽ പോയിട്ട് രാത്രി വന്നിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയൊക്കെ നേരത്തെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ വരത്തില്ലായിരുന്നു. കർത്താവേ, എന്തെങ്കിലും ഒരു വഴി ദൈവമേ കാണിച്ചു തരണമേ. ദൈവം ഒന്നും മിണ്ടിയില്ല. ഒന്നാമത്തെ രാത്രി ദൈവം മിണ്ടാതിരുന്നു. ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചു, അന്നും കർത്താവൊന്നും പറഞ്ഞില്ല. 3-ാമത്തെ രാത്രിയിലും ഒരു ശബ്ദവും അനക്കമൊന്നുമില്ല. ദൈവം നിശബ്ദനായിരിക്കുന്ന 3 രാത്രികൾ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയേ പറ്റത്തില്ല. എനിക്കിത് വിഷയം പരിഹരിച്ചാൽ പറ്റത്തുള്ളൂ. പിന്നെയും ഞാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനം എടുത്ത്, എത്ര ദിവസം അങ്ങനെ ഇരുന്നാലും ഞാൻ രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. തീർത്തും ക്ഷീണിച്ചുറക്കം വരുന്നിടം വരെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരണമേ എന്ന്. 4-ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശബ്ദം കേട്ടു. തോളത്തിങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് ചോദിക്കുന്ന പോലെ, എടാ, നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ എന്തായി? ആ ചോദ്യമേ, ഈ കണക്കുകൂട്ടലുകൾ എന്നൊക്കെ പറഞ്ഞ ആ വാക്കെന്ന് പറയുന്നത്, ആ കണക്കുകൾ കൂട്ടിയാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചതും ഇതെല്ലാം തകർന്നു പോയത്. അതേ വാക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കുകയാണ്, നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ എന്തായി? നമ്മൾ പൊളിഞ്ഞു വീഴാൻ വേണ്ടി വേറെ വല്ലതും വേണം? കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എല്ലാം തെറ്റിപ്പോയി, എല്ലാം പൊളിഞ്ഞുപോയി, എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പൊളിഞ്ഞു. എനിക്ക് ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ. കർത്താവേ, രാത്രിയിൽ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ കൺമുന്നിൽ കണ്ടു. എന്നിട്ട് പറഞ്ഞു ഒറ്റ വാക്ക്, ഞാൻ നിന്നെ സഹായിക്കാം. ഈ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരാം. ഇനി അത് കൂടുതൽ എന്തോ ഉറപ്പ് വേണ്ട, എന്താ ആശ്വാസം വേണ്ട, എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം. എന്നിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട വാക്ക്. ഇനിമേലിൽ വായ്പ വാങ്ങരുത്. സ്തോത്രം. പ്രോമിസ് ഉണ്ടേ, നിന്നെ പുറത്തു കൊണ്ടുവരാം. പക്ഷേ അത് പിന്നെയും ഇതേ അബദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരാം. ഇനിമേലിൽ വായ്പ വാങ്ങരുത് അന്ന് പറഞ്ഞ ഒരു വാക്ക്, അതിന് മറുപടിയായിട്ട് പറഞ്ഞ വാക്ക് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം. പറഞ്ഞു, കർത്താവെ, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഇനി കടം വാങ്ങത്തില്ല. അവിടുന്ന് പട്ടിണി കിടക്കേണ്ടി വന്നു പിന്നീട്. പക്ഷേ കർത്താവ് വിശ്വസ്തനായിരുന്നു. 27 കൊല്ലമായിട്ടോ ദൈവം വിശ്വസ്തനായിരുന്നു. സ്തോത്രം. അന്നത്തെ ആ പ്രതിസന്ധിയിൽ നിന്ന് കർത്താവ് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ആ പാട്ടിനകത്ത് ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വായ്പ വാങ്ങാൻ ഇടവരികയില്ല. അതിന്റെ അർത്ഥം വായ്പ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല എന്നല്ല, വായ്പ വാങ്ങാനായിട്ട് ഞാൻ പോകത്തില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും,
വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. സ്തോത്രം. അപ്പം എനിക്ക് അറിയുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുന്ന ഒരു ഉപദേശം അതാണ്, കഴിയുമെങ്കിൽ കടം വാങ്ങരുത്, കടം വാങ്ങരുത്. അപ്പോൾ ഈ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണ്ടേ, കൊടുത്തു തീർക്കണമല്ലോ. ദൈവമേ ഒരു വഴി തുറന്നു. സ്തോത്രം. ഞാൻ അന്ന് ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന സമയമാണ്. വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ ഞാനൊരു LD ക്ലർക്കായിരുന്നു. ആ സമയത്തുണ്ടായ അതിഭയങ്കരമായ ഒരു കടഭാരത്തെ കർത്താവ് എനിക്ക് വേണ്ടി ഒരല്പമൊക്കെ നഷ്ടങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു. ബട്ട് ആ കടങ്ങളെല്ലാം തീർക്കാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു മിഷണറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഫിലിപ്പ് എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഫിലിപ്പ് എൻ്റെ വീട്ടിലെ ആഹാരമൊക്കെ തീർന്നു. അപ്പം അന്ന് അദ്ദേഹത്തിന് മാസം തോറും കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട്, ഇപ്പോൾ സപ്പോർട്ട് മന്ത്ലി സപ്പോർട്ട്, ഞങ്ങളൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വേറെ ലീഡറുണ്ട്, അദ്ദേഹമാണ് മാസം തോറുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാൻ വിശ്വാസത്താൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമുക്കിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫിലിപ്പിൻ്റെ വീട്ടിൽ അരിയൊക്കെ തീർന്നപ്പം ഫിലിപ്പ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്നും കഴിക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഫിലിപ്പിൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അടുത്ത മാസത്തെ സപ്പോർട്ടിൻ്റെ അഡ്വാൻസ് ഒരല്പം ലീഡറായിരിക്കുന്ന ആ പാസ്റ്ററുടെ അടുത്ത് പോയിട്ട് വാങ്ങിക്കാം. അത് ചോദിക്കാനായിട്ട് ഫിലിപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 3-4 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ആ പാസ്റ്റർ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് വന്നപ്പം അകത്തുനിന്നൊരു പാട്ട്. അപ്പോൾ ആ പാസ്റ്റർ കേക്ക് കാണുന്നില്ല. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരല്പസമയം ഒന്ന് വിശ്രമിച്ചിട്ട്, പ്രായമുള്ള മനുഷ്യനാണ്, നല്ല വിശ്രമിച്ചിട്ട് അങ്ങനെ ആ സോഫയിൽ കിടന്നുകൊണ്ട് പാടുകയാണ്. ഇതൊന്നും അറിയാതെ ഫിലിപ്പ് വന്ന് അവിടെ ഗേറ്റിനടുത്ത് നിൽക്കുക. അപ്പൊ അപ്പച്ചനകത്ത് കിടന്ന് പാടുന്ന പാട്ട്, വായ്പ വാങ്ങാനിട വരിക ഇല്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഫിലിപ്പ് അന്തം വിട്ടുപോയി. ഫിലിപ്പ് അവിടെ നിന്ന് ലഭിച്ചത് ദൈവത്തിന്റെ സന്ദേശം. മനസ്സില്ലാ മനസ്സോടെയാണ് അത് വന്നത്. ഫിലിപ്പ് അന്നേരം അങ്ങനെ തന്നെ അങ്ങ് തിരിച്ചുപോയി. അതൊട്ട് വന്നില്ല, ചോദിച്ചുമില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിന് കൊടുക്കേണ്ട സന്ദേശം ഉറക്കെ അകത്ത് നിന്ന് ശബ്ദത്തിലൂടെ തന്നെ കേൾപ്പിച്ചു കൊടുത്തു. ആരും തമ്മിൽ കണ്ടിട്ടില്ല. ഫിലിപ്പ് തിരിച്ചുപോയി. പക്ഷെ അന്ന് രാത്രിയിൽ, അന്ന് വൈകുന്നേരത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പിന് അടുത്ത ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ വാങ്ങുവാനുള്ളത് ആ വീട്ടിനകത്തേക്ക് എത്തിച്ചു കൊടുത്തു. സ്തോത്രം. അത് കടമായിട്ടൊന്നുമല്ല. അവിടെ പോയിരുന്നാണെങ്കിൽ കടം മേടിക്കാനാണ് പോയത്. കടമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത മാസം സപ്പോർട്ട് വരുമ്പോഴത്തേക്കും സെറ്റിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിന് പോലും ദൈവം ആ ഭക്തനെ അനുവദിച്ചില്ല എന്നുള്ളത്. സ്തോത്രം. ദൈവമക്കളെ, പറയാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ദൈവത്തിന്റെ കരുതലിന്റെ കഥകൾ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നതാണ്, നീ വായ്പ വാങ്ങുകയില്ല, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. സ്തോത്രം. കൊടുക്കാനുള്ളത് നിന്റെ കയ്യിലുണ്ടാകും. സ്തോത്രം എന്ന് പറഞ്ഞ് ഈ കൈകൾ എന്ന് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞേ. അതെ, കർത്താവിയുടെ വചനം പറയുന്നത് പോലെ കൊടുക്കുവാനുള്ളത്, അനേകരെ കൊടുത്തു സഹായിക്കുവാനുള്ളത് ഈ കൈകളിൽ ഉണ്ടാകും. ഉണ്ടാകും. സ്തോത്രം. ദൈവക്കളെ, ദൈവവചനമല്ലേ, നടക്കത്തില്ലേ? അത് നടക്കും. സ്തോത്രം. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആർക്കെങ്കിലും കടഭാരങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ, അത് വ്യക്തികളോടുള്ളതാകട്ടെ, കർത്താവെ ബാങ്ക് ലോണുകളാകട്ടെ, എന്തൊക്കെയാണെങ്കിലും ബാധ്യത തന്നെയാണ്. അതെല്ലാം ഇല്ലാതെയാകട്ടെ, എല്ലാം സെറ്റിൽ ചെയ്യുവാനിടയാകട്ടെ. കർത്താവെ,
എല്ലാ കടഭാരങ്ങളെല്ലാം കർത്താവെ എല്ലാം കൊടുത്തു തീർക്കുവാനുള്ള വഴികൾ ഉണ്ടാകട്ടെ. കർത്താവെ, കൊടുക്കുവാൻ, വായ്പ കൊടുക്കുവാൻ, ആവശ്യങ്ങളിരിക്കുന്നവരെ കാണുമ്പോൾ കൊടുക്കുവാൻ, ഒരാൾ ആവശ്യത്തിൽ ഇരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ അതിനുവേണ്ടി കൊടുക്കുവാൻ ഉള്ള സമൃദ്ധി, ഉള്ളത്രയും മിച്ചം അവരുടെ കയ്യിൽ ഉണ്ടാകട്ടെ. കർത്താവെ, ഈ നീട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ കരങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈ കരങ്ങൾ അനുഗ്രഹത്തിന്റെ കരങ്ങളാണ്. ചോർച്ചയില്ലാത്ത കരങ്ങളായിരിക്കട്ടെ, നഷ്ടങ്ങളില്ലാത്ത കരങ്ങളായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട, അവിടുത്തെ വചനപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കൈകളായിരിക്കട്ടെ. ബാധ്യതകളില്ലാത്ത, കടബാധ്യതകളില്ലാത്ത കൈകൾ, കൊടുക്കുവാൻ തക്കവണ്ണം സമൃദ്ധിയുള്ള കൈകളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കൈകളൊക്കെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും കേട്ടോ. ആമേൻ. അപ്പോ അന്നടുത്തൊരു തീരുമാനമാണ്, കർത്താവേ, ഇനി വായ്പ വാങ്ങത്തില്ല, കടം വാങ്ങത്തില്ല. ഞെരുക്കങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരും കേട്ടോ. ചില ഞെരുക്കങ്ങളുടെയൊക്കെ അവസ്ഥകളിലൂടെയൊക്കെ പോകേണ്ടി വന്നാലും കർത്താവ് അവിടെ എല്ലാം നമുക്ക് വേണ്ടി കരുതും. എല്ലാം തക്ക സമയത്ത് കർത്താവ് കരുതും. അപ്പോ നമുക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നിപ്പോ പുറത്തു വരണമല്ലോ. അതാണ് ഇവിടുത്തെ വിഷയം. ആ സഹോദരി ദൈവസന്നിധിയിലേക്ക് ആ വിഷയത്തെ മുഴുവനായിട്ട് സമർപ്പിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ലോക ചരിത്രത്തിൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ആ വീടിനകത്ത് സംഭവിക്കുന്നത്. സ്തോത്രം. ലോക ചരിത്രത്തിൽ അതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം. എന്തുവാ? സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളേ ഉള്ളൂ. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും. അവിടെ അമേരിക്കൻ, യൂറോപ്യൻ സപ്പോർട്ടൊന്നും അവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. അവൾക്കുള്ള സമൃദ്ധി അവളുടെ വീടിനകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവൾക്കുള്ള നന്മ വീട്ടിൽ തന്നെ ഉണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നില്ലേ അല്പം. ഇതിനെ ദൈവം അങ്ങ് വർദ്ധിപ്പിച്ച് തന്നാൽ മതി, കാര്യങ്ങളെല്ലാം സോൾവ് ആവും. സ്തോത്രം. അങ്ങനെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി. ദൈവം അരുളി ചെയ്യുന്നതിന് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ മാത്രം മതി. ദൈവം എന്തോ പറഞ്ഞിരിക്കുന്നു അത് മാത്രം അങ്ങ് ചെയ്താൽ മതി. ചോദ്യമില്ലാതെ അനുസരിക്കുക. സ്തോത്രം. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഇതാ പറയുന്ന പാത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പുറത്ത് പുറത്തൊക്കെ പാത്രം മേടിച്ചുകൊണ്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഇത് ഒഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് വേറെ ലോജിക്കൊന്നുമില്ല. മാനുഷികമായി ചിന്തിച്ചാൽ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് മുമ്പ് നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നു, ഞങ്ങൾ ഇവിടെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ചെയ്താൽ ആരെയത്ത് പാകലോകയാന്ന് പറയും, അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ തോന്നത്തുള്ളൂ. ഈ മനഭാരം കയറിയിട്ട് ഈ സ്ത്രീക്കാണ്ട് കുഴപ്പം പറ്റിയെന്ന് തോന്നുന്നു. ദൈവമക്കളെ, ദൈവകൽപ്പന, വിശ്വാസത്തിന്റെ വാക്കുകൾ, വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എല്ലാവരോടും പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരെയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. യുവദാസൻ പറഞ്ഞാണ്, നീ മക്കളൊക്കെ കയറിയിട്ട് വാതിലടച്ചേക്കാൻ പറഞ്ഞു. വാതിലടച്ചില്ലെങ്കിൽ ഈ പാത്രമൊക്കെ വാങ്ങിച്ച വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാൻ എന്താ പറ്റിയെന്ന്. കാര്യം പറയാൻ പറ്റും, ഇങ്ങനെ എണ്ണ ഒഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നാണ്ട് പ്രശ്നമായതെന്നൊക്കെ, അല്ലേ? അപ്പൊ ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിശ്വാസികളോടൊന്നും ഈ കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, സപ്പോർട്ട് കിട്ടത്തില്ല നമുക്ക്. അപ്പോ ആരോടൊന്നും പറയാതെ ആ വീടിനകത്ത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി, അനുസരണത്തിന്റെ ഒരു പ്രവൃത്തി 3 പേർ ചേർന്ന് ചെയ്യുകയാണ്. അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ അതിനകത്ത്. സ്തോത്രം. ആ മക്കളെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചു കേട്ടോ. ഞാനതെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മക്കളെയും കൂടെ ചേർത്തുള്ള ഒരു കുടുംബത്തിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നോട് പറയുകയാണ്. അമ്മ മാത്രമല്ല, അമ്മയും മക്കളും കൂടെ ചേർന്നുള്ള പ്രവൃത്തിയാണ് അവിടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അമ്മയും മക്കളും കൂടെ ചേർന്നാണ് അവന്റെ ദൈവം കൊടുത്ത അത്ഭുതത്തെ സ്വീകരിക്കുന്നത് കേട്ടോ. അമ്മയും മക്കളും കൂടെ ചേർന്നിട്ടാണ്. അമ്മ പറയുന്നില്ല എൻ്റെ ക്രെഡിറ്റ് ഞാൻ ചെയ്ത. നോ, അവിടെ അമ്മയും മക്കളും കൂടെയാണ്. അമ്മയും മക്കളും കൂടെ പോയിട്ടായിരിക്കും ആ പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. അമ്മയും മക്കളും കൂടെയാണ് ഇതെല്ലാം ഇങ്ങനെ പാത്രം നീക്കി വെച്ചു കൊടുക്കുകയാണ്. 2 മക്കൾ പാത്രങ്ങൾ നീക്കി വെച്ചു കൊടുക്കുകയാണ്. അമ്മ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വപ്നം കാണുകയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിച്ചു നോക്കേണ്ടി വരുമായിരിക്കും, എന്തോ നടക്കുന്നത്, ഇതുവരെയും കണ്ടിട്ടില്ല. എന്താ ചെയ്യുന്നത്? ഒരു ചെറിയൊരു ഭരണി ഇന്ന് എണ്ണ ഒഴുകിക്കുന്നു, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. വലിയ 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 ബാരലുകളൊക്കെ ഉണ്ടായിക്കാണ്, അതെല്ലാം നീക്കി 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 വെക്കുകയാണ്, എല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായി നടന്നുകൊണ്ടിരിക്കുന്നത്? സ്വപ്നത്തിൽ പോലും ആരും കണ്ടിട്ടില്ലാത്തൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? സിമ്പിൾ ഫെയ്ത്ത്, സിമ്പിൾ ഒബീഡിയൻസ്. എന്താ പറയുക? ദൈവം പറഞ്ഞു, മോളെ ഇങ്ങനെ പോയി ചെയ്യും, അത് പോയി ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ആ ഒരൊറ്റ അനുസരണം. ഞാൻ ചോദിക്കുക കേട്ടോ, ദൈവവചനത്തെ അനുസരിക്കാൻ എന്താ മടി? ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കാൻ എന്താണ് നമ്മൾ മടിക്കുന്നത്? അവിടെ എന്തിനാണ് ചോദ്യം? അവിടെ എന്തിനാണ് തർക്കം? അവിടെ എന്തിനാണ് വാഗ്വാദം? ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഡു ദാറ്റ്, ഡൺ. സ്തോത്രം. അവിടെ പരിഹരിക്കപ്പെടുകയാണ് വിഷയങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു, അടിസ്ഥാനം ദൈവവചനം, അടിസ്ഥാനം ദൈവവചനം. ദൈവവചനത്തിലൂടെ കൽപ്പനകൾ തരുന്നു, പോയി അനുസരിക്കുക, അത്രേ ഉള്ളൂ കാര്യം. സ്തോത്രം. അതല്ലേ ഇവിടെ കണ്ടത്. ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ്. ആ മോൻ പറഞ്ഞു, അമ്മേ പാത്രം തീർന്നു പോയി കേട്ടോ, പാത്രം തീർന്നു പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എണ്ണ നിന്നു പോയെന്നാ പറയുന്നത്. അപ്പോൾ എണ്ണ നിന്നുപോയി. അപ്പോൾ എപ്പോഴാ? കൊച്ചൻ പറഞ്ഞു, അമ്മേ ഇനി പാത്രമില്ല. ആ കൊച്ചൻ അങ്ങനെ അങ്ങ് പറയാതിരുന്നെങ്കിൽ, അവന് പിന്നെയും പിന്നെയും പാത്രം വെച്ചുകൊണ്ടേയിരുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ആ എണ്ണ ഒഴുകിക്കൊണ്ട് തന്നെ ഇരുന്നേനെ. സ്തോത്രം. ദൈവം ഒരു ഒഴുക്ക് അങ്ങോട്ട് തുറന്നാൽ, ദൈവം ഒരു വർധനവ് അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിനെ തടയുവാൻ ആർക്ക് കഴിയും? ദൈവമായിട്ട് ചിലപ്പോൾ അത് നിർത്തത്തില്ല, നമ്മളായിട്ട് നിർത്തിയാലേ അത് നിന്നു പോകത്തുള്ളൂ. അതുവരെ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളുവാൻ സ്ഥലമുണ്ടോ? ദൈവവചനം പറഞ്ഞില്ല, സ്ഥലം പോരാതെ വരുവോളം എന്ന് പറഞ്ഞേ, സ്ഥലം പോരാതെ വരുവോളം. അപ്പൊ ലിമിറ്റേഷൻ ആരുടെയാ? പരിമിതി ആരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന പരിമിതിയാ. ദൈവം പരിമിതിയില്ലാതെ, പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവം. ആ ഒഴുക്കിനെ, അതിനെ തടയുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ, സ്തോത്രം, നമ്മളാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ലിമിറ്റേഷൻസ് ആണ്, നമ്മുടെ പരിമിതികളാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തെ പോലും പരിമിതപ്പെടുത്തുന്നത്. സ്തോത്രം. ഉൾക്കൊള്ളുവാൻ പിന്നെയും പാത്രങ്ങളുണ്ടോ? സ്ഥലമുണ്ടോ? ആ ഒഴുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ കുടുംബത്തില് ആ നന്മ കണ്ടതിന് ശേഷമുള്ള ഒരു കാര്യം കൂടെ ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ ഒരു കാര്യം കൂടെ. അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ്. ആ വാക്യം ഒന്ന് വായിക്കണം നമുക്ക്. 4-ാമത്തെ അധ്യായം, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Then she came and told the man of God. Then she came. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അവളെ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിപ്പോയെന്ന്, പോയി നിലവിളിച്ചത്. 7-ാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട്, അവൾ വീണ്ടും ദൈവപുരുഷന്റെ അടുക്കിലേക്ക് പോവുകയാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാനിതാ പറഞ്ഞ, ഈ വലിയ ബുദ്ധി സാമർഥ്യവും ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തൊരു സഹോദരിയാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിൽ, ചിന്താശക്തി ഒരുപാട് ഒത്തിരി ചിന്തിക്കുന്നവളായിരുന്നെങ്കിൽ ഈ 2-ാമത്തെ പോക്ക് പോകത്തില്ലായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഇതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ തെറ്റും കൂടെയാണ്. നമ്മൾ 1-ാമത്തെ പോക്ക് പോവും, 2-ാമത്തെ പോക്ക് പോകത്തില്ല. ഈ 2-ാമത്തെ പോക്കിലാണ് വാസ്തവത്തിൽ ആ അനുഗ്രഹത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. ഈ വീട് നിറച്ചിപ്പോ എണ്ണയല്ലേ, ഇത്രയും പാത്രങ്ങളൊക്കെ നിറച്ച് എണ്ണ ഇരിക്കുന്നത്. പിന്നെ ഇനി ഇതാ അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? പണം കിട്ടിയില്ലേ കയ്യിൽ? ഇപ്പൊ ഇത് അതിനുള്ള റിസോഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താ ചെയ്യേണ്ടത്? ഇതിനെ വിൽക്കുക, വിറ്റിട്ട് കടം തീർക്കുക, അതല്ലെങ്കിൽ അതുപോലെ എന്താ പിന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പം ഇത് വിറ്റ് കഴിയുമ്പോൾ പണം വരുമല്ലോ കയ്യിലെ, പിന്നെ അതിനെ യൂസ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് ആരുടെയെങ്കിലും ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെന്നാണ് ഈ സഹോദരി പറയുന്നത്. ഇവള് ആ എണ്ണയൊക്കെ വീട് നിറച്ചുണ്ടായിട്ടും അവളുടെ അനുഗ്രഹത്തിന്റെ ഒരു കാരണം അവൾ അതില് തൊട്ടില്ല.
അതില് തൊട്ടില്ല. എണ്ണ നിറഞ്ഞ പാത്രങ്ങൾ നിറച്ചും എണ്ണയുണ്ട്, അതിലവള് കൈവച്ചില്ല. ആ റിസോഴ്സിനെ അവള് തൊട്ടില്ല, എടുത്ത് ചെലവാക്കിയില്ലെന്ന് അതിന്റെ അർത്ഥം. പണ്ടൊക്കെ ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്ന സമയത്ത് ശമ്പളം മേടിക്കുമ്പം ചെയ്തിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രായോഗികമല്ല. അന്ന് ഞങ്ങൾക്ക് ക്യാഷായിട്ടാണ് കിട്ടുന്ന ഓഫീസിൽ നിന്ന്. അതങ്ങനെ തന്നെ കൊണ്ടുപോയി പാസ്റ്ററുടെ കയ്യിലോട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് അതിനകത്തുനിന്ന് ദശാംശം മാറ്റി അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല എന്ന് എനിക്കറിയാം. അതിന് ഒരു സിംബോളിക്കായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളെ ആ വരുമാനത്തെ ഉണ്ടല്ലോ, വരുമാനത്തെ ദൈവം തരുന്ന റിസോഴ്സിനെ അനുഗ്രഹിച്ചിട്ട് അതിനെ അനുഗ്രഹിച്ചു അതിനകത്തുനിന്ന് എടുത്ത് ചെലവാക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ദേവാലയത്തിലും ദൈവ ശുശ്രൂഷകൾക്കും ഒക്കെ കൊടുക്കേണ്ടതൊക്കെ ആദ്യം നമ്പർ 1 ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ദൈവം അനുഗ്രഹിച്ച് തന്ന ആ നന്മയൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കി. Your life will never be the same. ജീവിതം, നമ്മുടെ ഫൈനാൻസ് ഒന്നും പഴയതുപോലെ ഒന്നും ആയിരിക്കത്തില്ല. ഈ സഹോദരിക്ക് ആ എണ്ണയും കൂടി എടുത്തോണ്ട് പോകേണ്ട എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എടുത്തോണ്ട് പോകാനാണ് ദൈവസന്നിധിയിൽ. അവൾ ഓടിപ്പോയി ദൈവസന്നിധിയിൽ പറയാണ്, ദൈവദാസനെ, ആദ്യം പോയപ്പോൾ കരഞ്ഞോണ്ടല്ലേ പോയത്, നിലവിളിച്ചോണ്ടല്ലേ പോയത്. ഇപ്പൊ രണ്ടാമത് പോയപ്പോഴും കരഞ്ഞോണ്ടാ പോകുന്നേ. പക്ഷെ ആ കരച്ചിലിൻ്റെ ഇടയ്ക്ക് ഒരു ചിരിയുണ്ട്. ചിരിച്ച് കരഞ്ഞോണ്ടാ പോകുന്നത്. ചിരിയും കരച്ചിലും അല്ലേ. കണ്ണുനീരുണ്ട്. ആദ്യം കണ്ണീരുണ്ടായിരുന്നു. ആ കണ്ണുനീരിന്റെ അർത്ഥം വേറെയായിരുന്നു. ഇപ്പോൾ വീഴ്ത്തുന്ന കണ്ണുനീരിന്റെ അർത്ഥം വേറെ. ഇപ്പോഴും പോയി ദൈവസന്നിധിയിൽ ദൈവദാസനോട് പറയാണ്, ദൈവദാസനെ, എന്തൊരു അത്ഭുതമാണ് വീട്ടിൽ കിടന്നത്. വീട് നിറച്ചെണ്ണയാണ്, വീട് നിറച്ചെണ്ണ, ഒത്തിരി എണ്ണയുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. എന്താ ചെയ്യേണ്ടത് കർത്താവേ? ഇതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് കർത്താവേ? ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് കർത്താവേ എന്ന് ചോദിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. സ്തോത്രം. ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു മണി മാനേജ്മെന്റ് ഉണ്ട്. ദൈവത്തെ പോലെ ഒരു മാനേജർ ഉണ്ടോ? മാനേജ്മെന്റ് അറിയുന്ന ദൈവത്തെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അത് അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്ന, എലീശ പറഞ്ഞ വാക്കുകൾ, നീ പോയി എണ്ണ വിൽക്കണം. വിൽക്കാനുള്ള പെർമിഷൻ ഇപ്പോഴേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിനു മുമ്പ് അത് കിട്ടിയില്ല. സ്തോത്രം. ബുദ്ധി ഇല്ലാത്തത് നല്ലതല്ലേ? ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതായല്ലോ, ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമല്ലോ. വിറ്റിട്ട് കിട്ടുന്നത് കൊണ്ട് എന്തു ചെയ്യും? ഞാൻ പറയുന്നില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ദൈവം തരുന്ന റിസോഴ്സുകൾ ദൈവമക്കളെ, അനാവശ്യമായിട്ട് ചെലവായി പോകുന്ന എത്രയോ ഇടങ്ങൾ അനാവശ്യമായിട്ട് ചെലവാക്കി കളയുക. ലോകത്തിലെല്ലാം നല്ലതാണ്. വണ്ടി നല്ലതാണ്, ടെക്നോളജി നല്ലതാണ്, ഡിവൈസുകൾ പലതും, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നല്ലതാണ്, എല്ലാം നല്ലതാണ്. വീട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒരു വീടുണ്ട്, 2 വീടുണ്ട്, 3 വീട്, എല്ലാം നല്ലതാണ്. പക്ഷെ ദൈവം തരുന്ന റിസോഴ്സുകൾ ദൈവം എന്തുദ്ദേശത്തോടെ തന്നു എന്ന്, അപ്രതീക്ഷിതമായിട്ട് ചില നന്മകളെ ദൈവം നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ അത് എന്തിനു വേണ്ടി ദൈവം തന്നു എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞിട്ട് ദൈവം അനുവദിച്ച് തന്ന ചില നന്മകളെ, സാമ്പത്തിക നന്മകളെ എന്തിനു വേണ്ടി ദൈവം തന്നു എന്ന്, കർത്താവെ അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞു തരത്തില്ലേ? ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ ദൈവം തന്ന റിസോഴ്സുകളെ അതിനുവേണ്ടി തന്നെയാണോ വിനിയോഗിച്ചത്, അതോ മറ്റേതെങ്കിലും വഴിക്കൂടെ ചെലവാക്കി കളഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം.
കിട്ടുന്ന ശമ്പളമൊക്കെ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ചെയ്ത് തീർക്കാനല്ലേ വരുന്നുള്ളൂ. ആ കാർഡൊക്കെ കൊണ്ട് എന്തിനാ മാന്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം? പെണുങ്ങളെ എന്നോട് കയ്യിൽ വാങ്ങാനായിട്ട് വല്ലതും മിച്ചം ഉണ്ടായിരുന്നു? എന്നിട്ട് ദൈവമക്കളെ, എൻ്റെ സഹോദരിമാരെ, ദൈവം തരുന്ന നന്മ ഒരല്പമായാലും ചെറുതായാലും വലുതായാലും ദൈവസന്നിധിയിലോട്ട് അതിനെ കൊണ്ടുവച്ച് സമർപ്പിച്ചതിന് ശേഷമേ അതിൽ തൊടാവുള്ളൂ. ദൈവസന്നിധിയിൽ അതിനെ സമർപ്പിച്ചതിന് ശേഷമേ അതിൽ കൈ വയ്ക്കാവുള്ളേ. ദൈവസന്നിധിയിൽ എന്നെ അർപ്പിച്ചതിന് ശേഷം കർത്താവിനോടൊന്ന് ചോദിച്ച, കർത്താവേ, എന്തെന്തിനൊക്കെയാണ് ഇത് ചെലവാക്കേണ്ടത്? ഇത് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ അരുളപ്പാട്, ആ സഹോദരിയോടുള്ള അരുളപ്പാട്, നീ പോയി എണ്ണ വിറ്റിട്ട് നമ്പർ 1 കടം വീട്ടുക. കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. സ്തോത്രം. എത്ര കൃത്യമായിട്ടാ ദൈവത്തിന്റെ അരുളപ്പാടുകൾ വരുന്നത്. നീ പോയി എണ്ണ വിൽക്കുക, നിന്റെ കയ്യിൽ പണം വരും. അതിനെ കൊണ്ട് നിന്റെ ഒന്നാമത്തെ വിഷയം, നീ എന്തിനാണ് ഒന്നാമത്തെ കരച്ചിൽ കരഞ്ഞത്? അത് നിന്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി. ആ കടം എന്നേക്കുമായിട്ട് വായ്പ എല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാനുള്ള വക അതിനകത്തുണ്ടോ? അത് നീയും നിന്റെ മക്കളും ആഹാരം കഴിക്കുവാനുള്ള വക, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ളത് അതിനകത്തുണ്ട്. അത് ഒന്നാമത് കടം വീട്ടുക, രണ്ടാമത് ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. ഇതിൽ കൂടുതൽ എന്തോ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുവാനുള്ളത്? സ്തോത്രം. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, ദൈവം തന്നിരിക്കുന്ന റിസോഴ്സുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ദൈവത്തിന്റെ ഒരു സിസ്റ്റം. സ്തോത്രം. അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ, ദൈവസന്നിധിയിൽ അതിനെ തുറന്നു വയ്ക്കുമ്പോൾ, കർത്താവേ, ഈ നന്മകളെ ഞാൻ എന്ത് ചെയ്യണം? ദൈവം പഠിപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും. ഒരു നിമിഷം കണ്ണുകളടച്ചാട്ടെ പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിന് തുടയ്ക്കുന്ന ദൈവമാണ്. ഒന്നാമത്തെ കരച്ചിൽ വേദനയുടെ ഒരു നിലവിളിയാണ്. അവിടെ ലഭിക്കുന്നൊരു കൽപ്പനയുണ്ട്, അവിടെ ലഭിക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. അവിടെ ലഭിക്കുന്ന കൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ ദൈവം പകർന്നു തരുന്നൊരു നിറവുണ്ട്. ഒരു നിറവിന്റെ അനുഭവമുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ വാതിലൊന്നെന്ന് പറഞ്ഞ്, നിറവ്. ദൈവം തരുന്നൊരു നിറവുണ്ട്. പക്ഷെ ആ നിറവിൽ തൊടുവാൻ അനുവാദമില്ല. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവമാണ് അത് ചെയ്തത്. അത് ദൈവത്തിൻ്റെതാണ്. അതിൽ തൊടുവാൻ നമുക്ക് അനുവാദമില്ല. അതിൽ തൊടണമെങ്കിൽ ദൈവം പറയണം. അതുവരെയും നമ്മിലേക്കൊരു കൈമാറ്റം ചെയ്യപ്പെടുന്നത് വരെയും അത് ദൈവത്തിൻ്റെതാണ്. അതിൽ തുടരുതേ. അതിനൊരു കൈമാറ്റമുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ ഒരു കരച്ചിലുണ്ട്. രണ്ടാമത്തെ കരച്ചിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ. ദൈവസന്നിധിയിലേക്ക് പോയി വീണ്ടും ആ നന്മകളെ കുറിച്ച് പറയുന്നത്, കർത്താവെ, എനിക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രമെന്ന് പറയുന്നത്, എൻ്റെ കയ്യിലേക്ക് വരുത്തി തന്ന ഈ റിസോഴ്സുകൾക്കായി സ്തോത്രമെന്ന് പറയുന്നത്, നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്യാനുള്ള പ്രയോറിറ്റീസ് ദൈവം ഡിഫൈൻ ചെയ്തു തരുന്നത്. ഓ, എത്ര സന്തോഷം! അതിനകത്ത് ശേഷിപ്പുണ്ട്. അങ്ങനെ അത് ചെയ്യുമ്പോൾ അതിനകത്ത് മിച്ചമുണ്ട്, അതിനകത്ത് അനുഗ്രഹമുണ്ട്. ശേഷിപ്പ് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിക്കുമാറുള്ള നന്മ അതിനകത്തുണ്ട്. ദൈവവചനം പറഞ്ഞതിരിക്കുന്നതിനെ ദൈവത്തിന്റെ അരുളപ്പാടിനൊന്നുകൂടെ കൂട്ടി വായിക്കണമേ.
നീ വായ്പ വാങ്ങുകയില്ല, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. കൊടുക്കുവാനുള്ള ശേഷിപ്പും കൂടെ നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ യാത്രയിലാണത് ലഭിക്കുന്നത്. രണ്ടാമത്തെ ദൈവസന്നിധിയിലെ കരച്ചിലാണത് ലഭിക്കുന്നത്. ആ കണ്ണുനീരിലാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൈമാറ്റം നടക്കുന്നത്. കൈമാറി കഴിയുമ്പോഴാണ് നീ അതിൻ്റെ അധികാരിയായി മാറുന്നത്. കൈമാറി കഴിയുമ്പോൾ ദൈവം അതിനോട് കൂടെ ചില നിർദ്ദേശങ്ങൾ കൂടെ തരും, ഇതെങ്ങനെ ചെലവാക്കണമെന്നുള്ളത്. അതിൻപടി ചെലവാക്കുമ്പോൾ നിനക്കുള്ളതും ആവശ്യക്കാരെ സഹായിക്കുവാനുള്ളതും അതിനകത്തുണ്ട്. സ്തോത്രം. എവിടെയെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ? ദൈവത്തോട് പറഞ്ഞിട്ട്, കർത്താവേ, സംഭവിച്ച തെറ്റുകൾ ക്ഷമിക്കണം. കർത്താവിന്റെ സിസ്റ്റം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ തരണം. കടഭാരങ്ങളെ നീക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതാവസ്ഥകൾ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം അത് ചെയ്യും. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വരികളൊന്നുകൂടെ പാടാം. എൻ്റെ ദൈവത്താ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. ആവശ്യങ്ങൾ ഒന്നുമേ മുടങ്ങുകില്ല. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിയിടും വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. കൃപയുള്ള കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അടിയനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ യോഗത്തിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ശബ്ദമാരെല്ലാം എവിടെ ഇരുന്ന് കേൾക്കുന്നുവോ അവരെല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രിയപ്പെട്ട കുടുംബത്തിനകത്ത് വരുത്തിയതുപോലുള്ള ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു ശാശ്വതമായ പരിഹാരം ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വിഷയങ്ങളിൽ വരുത്തണമേ. ഞങ്ങളുടെ വിഷയങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ആ വിഷയങ്ങൾക്ക് ഓരോന്നിനും കർത്താവിൻ്റെ ഒരു പരിഹാരം വരുത്തണമേ. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. ശരീരങ്ങൾക്ക് വിടുതൽ നൽകണമേ. എല്ലാ മക്കളെയും തലമുറകളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ സ്വഭാവത്തിൽ വഴിതെറ്റിപ്പോയവരോ ദൈവത്തിൽ നകന്നു പോയവരോ ഒക്കെ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ മടക്കി ഞങ്ങൾ ക്ലെയിം ചെയ്യുകയാണ്. ശത്രുവിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നും ആ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. കുടുംബങ്ങളുടെ അകത്ത് സമാധാനവും
സ്നേഹവും ഐക്യതയും നിലനിൽക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കട്ടെ. ഭാര്യാഭർത്തൃബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥകൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ഉണ്ടാകട്ടെ. ജോലി സംബന്ധമായ ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം അതിനകത്തെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ. ഏതെങ്കിലും കുടുംബം സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ പോകുന്നെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ. കടഭാരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവെ, എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം, ദൈവത്താൽ ഉള്ള പരിഹാരം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. നന്ദിയോടെ ജീവിക്കുവാൻ, സ്തോത്രം ചെയ്ത് ദൈവം തരുന്ന റിസോഴ്സുകളെ അനുഭവിക്കുവാൻ, അതിനെ വേണ്ട വിധത്തിൽ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഇതൊരു സന്തോഷം പാസ്റ്ററെ. ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ ദൈവം സൂക്ഷിക്കട്ടെ. സഹോദരന്മാരെ, മക്കളെ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്തോത്രം.